അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എത്രയും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യമാണ്, അല്ലാഹുവിൻ്റെ നിഅമത്താണ് കൃത്യമായ തൗഹീദ് മനസ്സിലാക്കി അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നു എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മരണം വരെ നമുക്കെല്ലാവർക്കും നിലനിർത്തി തരുമാറാകട്ടെ. സ്വർഗത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ നമ്മളേവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. പക്ഷെ അതിൻ്റെ മുമ്പിൽ വലിയ കടമ്പകളും പ്രതിസന്ധികളുമുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാനിലെ 185 ആയത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് وَإِنَّمَا تُوَفَّوْنَ أُجُورَكُمْ يَوْمَ الْقِيَامَةِ فَمَنْ زُحْزِحَ عَنِ النَّارِ وَأُدْخِلَ الْجَنَّةَ فَقَدْ فَازَ وَمَا الْحَيَاةُ الدُّنْيَا إِلَّا مَتَاعُ الْغُرُورِ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ, ഏതൊരാളെയും ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഓരോ ആത്മാക്കളും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാണ്. സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് ജനിച്ചവരെല്ലാം മരിക്കുമെന്നത്. ലോകത്തെത്രയോ സമ്പന്നരും കോടീശ്വരും ശാസ്ത്രജ്ഞരും സാഹിത്യകാരന്മാരും എല്ലാ തരത്തിലുള്ള ആളുകളും ഇവിടെ ജനിച്ചിട്ടുണ്ട്. അവരെല്ലാം മൺമറഞ്ഞു പോയിട്ടുണ്ട്. ചില ആളുകൾ എന്തെങ്കിലും ശാസ്ത്രം ജീവൻ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ ശക്തി കണ്ടുപിടിക്കുകയാണെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹത്തിൽ ശരീരം സൂക്ഷിച്ചു വെച്ച ആളുകൾ വരെയുണ്ട്. പക്ഷെ ഒരാൾക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും വഫാത്തായിട്ടുണ്ട്. ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇത് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്നൊരു കാര്യമാണ് മരിക്കുമെന്നുള്ളത്. മരിക്കുമെന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മരണത്തെ ആസ്വദിക്കുമെന്നാണ്. ഇവിടെ ഇപ്പോൾ നല്ലൊരു ബിരിയാണി കൊണ്ടുവന്നിട്ട് അത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ 10 ആൾക്കും 10 അഭിപ്രായക്കാരം. അതിൻ്റെ ടേസ്റ്റ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തു വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു സുഹൃത്തിന് ജലദോഷമുണ്ട്. അപ്പോൾ എവിടെ ഭക്ഷണം കഴിച്ചിട്ട് അദ്ദേഹത്തിന് ടേസ്റ്റ് ഇല്ല. അപ്പോൾ അതെന്താ, ഭക്ഷണത്തിൻ്റെ പ്രശ്നമല്ല. അപ്പം അതുകൊണ്ട് ഇത് ആസ്വദിക്കുക എന്നുള്ളത് അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. മരണത്തെ നിങ്ങൾ ആസ്വദിക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് സത്യവിശ്വാസിയുടെ ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നത് കൂജയിൽ നിന്ന് വെള്ളമൊഴിക്കുന്നത് പോലെയാണ്. സത്യനിഷേധിയുടെ ആത്മാവ് പുറത്തു കൊണ്ടുവരെ അടിച്ച് പുറത്തെടുക്കുക ചെയ്യാം. ഒരു നനഞ്ഞ പള്ളിക്കെട്ടിൽ നിന്ന് ഇരുമ്പിൻ്റെ കുളത്തെ എങ്ങനെയാണോ വലിച്ചെടുക്കുക, എത്ര പ്രയാസം ഉണ്ടാകും, അത്ര പ്രയാസത്തിലായിരിക്കും ഒരു സത്യനിഷേധിയുടെ ആത്മാവിനെ പുറത്തെടുക്കുക എന്നാണ്. അങ്ങനെ ആ മരണം ആസ്വദിച്ചിട്ട് നാളെ പരലോകത്ത് ഇന്നമാ തുവഫൗന ഉജൂറക്കും, വലിയൊരു യാഥാർത്ഥ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറിയിക്കുന്നത്. എന്താണത്? കർമ്മങ്ങളുടെ പ്രതിഫലം ഒരിക്കലും ഈ ലോകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ചില ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, എന്തിനാണ് അള്ളാഹ് എന്നെങ്ങനെ പരീക്ഷിക്കുന്നത്, ഞാൻ 5 നേരം നിസ്കരിക്കേണ്ട ഒരാളെ ഞാൻ ഉപദ്രവിക്കാറില്ല. ഒരു ഉമ്മ പറഞ്ഞാണ്, മകൻ വളരെ ചെറുപ്പത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട ഒരു ഉമ്മ സങ്കടം പറയാണ്. 35-ാമത്തെ വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട ഒരു മകൻ്റെ ആ മകനെ കൊണ്ടുള്ള ഒരു വേദന ഉമ്മ പങ്കുവെക്കാണ്.
എൻ്റെ മോൻ ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല, എൻ്റെ മകൻ എന്തുകൊണ്ട് വന്നു എന്നാണ്. ഒരു ഉറുമ്പിനെ നോവിക്കാതെ അത്രയും പുണ്യവാനായി ജീവിച്ചതിൻ്റെ പ്രതിഫലം അത് ഈ ലോകത്ത് നിന്ന് പൂർത്തിയാക്കി കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കരുത് സഹോദരങ്ങൾ. വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിലാണ്, പരലോകത്താണ് നിങ്ങൾക്ക് പൂർണ്ണമായി പ്രതിഫലം നൽകപ്പെടുക. വഉദ്ഖിലൽ ജന്ന ഫമൻ സുഹ്സിഅ അനിൻ നാർ. വിശുദ്ധ ഖുർആനിന്റെ പദപ്രയോഗങ്ങൾ അറബി ഫിഖ്ഹുൽ ലുഗ എന്ന് പറയും. അറബിയിൽ ഓരോ പദത്തിനും ഓരോ അതിൻ്റെ ഒരു ഫിഖ് ഉണ്ട്. സുഹ്സിഅ എന്ന പദം പരിശോധിച്ചാൽ മനസ്സിലാകും. എങ്ങനെങ്കിലും രക്ഷപ്പെടുന്നതിനല്ല സുഹ്സിഅ എന്ന് പറയുന്നത്. നരകത്തിൽ നിന്ന് അകറ്റപ്പെടുക എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ എന്നാണ് അതിന് അറബി വ്യാകരണ പണ്ഡിതന്മാർ അതിന് കൊടുത്ത അർത്ഥം. നല്ല മെനക്കെടോടുകൂടി വളരെ പ്രയാസപ്പെട്ട് കുറേശ്ശെ അകന്നു മാറണീനാണ് സുഹ്സിഅ എന്ന് പറയാം. അല്ല ജസ്റ്റ് ഒരു മിയർ ലക്കിന്റെ പോലെ ഒരു ടോസ് ഇട്ടിട്ട് സ്വർഗം നരകം കിട്ടല്ല ചെയ്യണത്. വളരെ കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് മെല്ലെ മെല്ലെ കുറച്ചായിട്ട് നരകത്തിൽ നിന്ന് വിദൂരമായി കൊണ്ടിരിക്കുന്നതിനാണ് സുഹ്സിഅ എന്ന് അറബി ശരിക്കും ലാംഗ്വേജിൽ പറയാനാണ്. ഫമൻ സുഹ്സിഅ അനിൻ നാർ, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുക. വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുക. ഫഖദ് ഫാസ്, തീർച്ചയായും അവനാണ് വിജയിച്ചവൻ എന്നാണ്. അപ്പം അതുകൊണ്ട് ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സൂറത്തു മറിയമിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്താണ് കൃത്യമായിട്ട്, വഇന്ന മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയ. നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളിൽ നരകത്തിന്റെ അടുത്തേക്ക് വരാത്തവരായി ആരും തന്നെ ഇല്ല എന്നാണ്. ആ നരകത്തിന്റെ മുകളിലൂടെ അല്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കൂല എന്നാണ്. നരകത്തിന്റെ മുമ്പിൽ എല്ലാവരും ഹാജരാക്കപ്പെടും. എല്ലാവരും അവിടെ ചങ്കിടിച്ച് അവിടെ നല്ല ടെൻഷൻ അടിക്കേണ്ട ഒരു ഘട്ടം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുണ്ട് സഹോദരങ്ങളെ. അങ്ങനെ വെറുതെ ഒരു സ്വർഗത്തിലേക്ക് പോകല്ല ചെയ്യാം. നരകത്തിന്റെ മുകളിലൂടെ, സിറാത്തിന്റെ മുകളിലൂടെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അത് നല്ല പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത് ഒരു ബോധപൂർവമുള്ള ജീവിതത്തിനാണ്. ഓരോ സെക്കൻഡും ബോധപൂർവം ജീവിക്കാൻ, നരകത്തിൽ നിന്ന് അകലാൻ, നരകത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ ബോധപൂർവമായ ശ്രമം നടത്തണം. അല്ലേ? ഏറ്റവും ബുദ്ധിമാനായ ആളാരാണ്? നമ്മളെപ്പോഴും പറയും നമ്മളെ കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടോ, IQ ഉണ്ടോ, ഇന്റലിജൻസിലെ IQ ടെസ്റ്റ് നടത്തും. നല്ല ബുദ്ധിയുള്ളത് ആരാണ്? പണ്ടൊക്കെ പറഞ്ഞിരുന്നത് IQ ഉള്ളവരാണ് ഏറ്റവും ബുദ്ധിയുള്ളവരെന്നാണ്. ഐൻസ്റ്റീനൊക്കെ ഭയങ്കര IQ ആണെന്ന് പറഞ്ഞത് അല്ലേ? തലക്ക് നല്ല ബുദ്ധിയുള്ള ആളുകൾ ഇന്റലിജന്റ് എന്ന് പറയും. എന്നാൽ ഇപ്പൊ കാലം മാറി, ഇപ്പൊ IQ-ന് മാർക്കറ്റ് ഇടിഞ്ഞു. ഇപ്പൊ EQ ആണ്, എമോഷണൽ കോഷ്യന്റ്. ആളുകളുടെ വികാരങ്ങൾ മനസ്സിലാക്കി, വിചാരങ്ങൾ മനസ്സിലാക്കി ഇടപെടാനും പെരുമാറാനും കഴിയുന്ന ആളുകളാണ് ജീവിതത്തിൽ വിജയിക്കുക എന്നാണ്. IQ ഉള്ള ഒരു ജീവിതത്തിൽ വിജയിക്കൂല എന്നാ പറയണത്. ഒരു ബുദ്ധിയുള്ള ഒരു പിരാന്തായി പോവുക ചെയ്യാം, ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയാതെ. പക്ഷേ EQ ഉള്ളവൻ ജീവിതത്തിൽ വിജയിക്കുന്നതാണ്. പക്ഷേ സഹോദരങ്ങളെ, വിശുദ്ധ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരാണ് ഏറ്റവും ബുദ്ധിമാൻ? IQ ഉള്ളവനാണോ EQ ഉള്ളവനാണോ സഹോദരങ്ങളെ ബുദ്ധിമാൻ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആരാണ്? അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ആരാണ് ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ? ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന മനുഷ്യനാണ്. മരണത്തിന് ശേഷം വരാനിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്നവനാണ് ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ എന്നാണ്. ഏറ്റവും ബുദ്ധിയുള്ള, ഏറ്റവും വിഡ്ഢിയാരങ്ങൾ, ഏറ്റവും വിഡ്ഢി ഇതൊക്കെ തൻ്റെ നഫ്സിൻ്റെ ഇച്ഛകളെ പിൻപറ്റുകയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ഏറ്റവും വലിയ വിഡ്ഢി എന്നാണ്. അതായത് ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുമെന്ന് വിചാരിച്ച് നിൽക്കുന്നവൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ ജീവിതം എന്നത് ബോധപൂർവമായ ഒരു ജീവിതമാകണം. നോക്കി, അള്ളാഹുവിൻ്റെ റസൂൽ പറയണം, അദീബിന് ആത്തിം റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. വലൗ ബിശിക്കി തംറ, കാരക്കയുടെ ഒരു ചുള കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണമെന്നാണ്, നരകത്തെ സൂക്ഷിക്കണമെന്നാണ്. ഫമൻ ലം യജിദ്, ആ കാരക്കയുടെ ചുള പോലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഫബികലിമത്തിൻ ത്വയ്യിബത്തിൻ, ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം എന്നാണ്.
അപ്പോൾ നരകത്തെ കാക്കുക എന്നുള്ളത് അതൊരു വിശ്വാസിയുടെ പോളിസിയാണ്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുക എന്നുള്ളത്. അത് ആരോടാ പറയണത്? സഹാബത്തിനോടാണ് പറയുന്നത്. വലിയ വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ലാതെ, വലിയ വലിയ കാര്യങ്ങളൊന്നും ദാനം ചെയ്യാനില്ലാത്ത സഹാബത്തിനോടാണ് അള്ളാഹുവിൻ്റെ റസൂൽ. പട്ടിണി പാവങ്ങളായ തൻ്റെ മുമ്പിലിരിക്കുന്ന സഹാബത്തിനെ നോക്കിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഒരു കാരക്കയുടെ ചുള കൊണ്ടെങ്കിലും, അല്ലേ, ഒരു കാരക്ക മൂന്ന് പറഞ്ഞില്ല, ഒരു കാരക്കയുടെ ചുള എന്ന് പറയുമ്പോൾ അതെത്ര ചെറുതായിരിക്കും, അല്ലേ? നമ്മൾ മോഡേൺ അറബിയിൽ ഷുക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഷുക്ക എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റിനാണ് പറയാം അറബിയിൽ. ഷുക്ക എന്താ? ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ചെറിയൊരു പീസാണ് ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ. അതാണ് ഷുക്ക എന്നുള്ള അറബി പദം. ഒരു ചെറിയ കാരക്കയുടെ കഷ്ണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം സഹാബത്ത് എന്ന്. അതിന് കഴിയൂലെങ്കിലോ ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, അത്രയും ഗൗരവമുള്ള വിഷയമാണ് നരകത്തിൽ പതിക്കുക എന്നുള്ളത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. ഇവിടെ എന്താണ്? നരകത്തെ കാക്കാൻ വേണ്ടിയിട്ടാണ് കാരക്ക കൊടുക്കുന്നത്, അല്ലേ? ഒരു നിയ്യത്തിൻ്റെ പ്രത്യേകതയാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച്, സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിച്ച്, എൻ്റെ കർമ്മങ്ങൾ എൻ്റെ റബ്ബ് സ്വീകരിക്കണം എന്ന ആത്മാർത്ഥമായ ഇഖ്ലാസോടുകൂടി നിങ്ങൾ കൊടുക്കുന്ന ഒരു കാരക്കയുടെ ചുള പോലും, ഒരു നല്ല വാക്ക് പോലും അള്ളാഹു നഷ്ടപ്പെടുത്തൂല എന്ന് പറയുമ്പം എത്രയാണ് കോടികൾ നമ്മൾ ധർമ്മം ചെയ്താലും ദാനം ചെയ്താലും അള്ളാഹുവിൻ്റെ തൃപ്തി നമ്മൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ, ആരെങ്കിലും കാണട്ടെ അറിയട്ടെ മറ്റു പലരുടേതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ സഹോദരങ്ങളെ, അതൊക്കെ പാഴായി പോകുന്നതാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ നോക്കി ഒരു ഹദീസിൽ കാണാൻ പറ്റും, ഒരു ഹദീസിൽ ഇഖ്ലാസിൻ്റെ പ്രത്യേകത പറയുന്ന ഹദീസിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് തോന്നുന്നു ബനു ഇസ്രായേൽ നടന്നൊരു സംഭവമാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്താണ്? ഒരാൾ ഇഖ്ലാസ് കൊണ്ട് പറഞ്ഞത്, ഇന്ന് രാത്രി ഞാൻ എന്ത് ചെയ്യും, ഒരു സ്വതക്ക കൊടുക്കുന്നതാണ്, ഒരു സ്വതക്ക കൊടുക്കും. രാത്രി അയാൾ എന്ത് ചെയ്യും? രാത്രി കൊടുക്കണം. എന്തിനാ നിങ്ങൾ? ആരും അറിയാതിരിക്കാൻ ഇന്ന് രാത്രി രഹസ്യമായി ഞാനൊരാൾക്ക് സ്വതക്ക കൊടുക്കുന്ന അദ്ദേഹം പറയണം. അങ്ങനെ രാത്രി അദ്ദേഹം സ്വതക്ക കൊടുത്തു. നേരം വെളുത്തപ്പോൾ നാട്ടിലൊക്കെ പുതിയ ന്യൂസ് ഫ്ലാഷായി. എന്താണ് ന്യൂസ്? നമ്മളെ നാട്ടിലെ പെരും കള്ളന് ഇന്നലെ രാത്രി ആരോ പോയിട്ട് സ്വതക്ക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വതക്ക കിട്ടിയത് ആർക്കാര്യങ്ങൾ? ആ നാട്ടിലെ പെരും കള്ളനാണ് കിട്ടിയത്. കാരണം ഇത് രാത്രി കൊടുത്തുകൊണ്ട് ആർക്കാന്ന് മനസ്സിലായില്ല. അങ്ങനെ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് വലിയ വിഷമായി. പക്ഷേ അദ്ദേഹം പിന്മാറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇന്നും രാത്രി ഞാൻ കൊടുക്കുന്നതാണ്, ഇന്നും രാത്രി കൊടുക്കുന്നതാണ്. അങ്ങനെ അന്ന് രാത്രിയും അദ്ദേഹം ആരും കാണാതെ എന്ത് ചെയ്തു? സ്വതക്ക കൊടുത്തു. നേരം വെളുത്തപ്പം വീണ്ടും നാട്ടിലടുത്ത പുതിയ ന്യൂസ്, നമ്മളെ നാട്ടിലെ വേശ്യക്കാരോ ഇന്നലെ രാത്രി വലിയൊരു തുക സ്വതക്കയായി കൊടുത്തിട്ടുണ്ടെന്നാണ്. അങ്ങനെ പിറ്റേന്നും എന്തായി? അദ്ദേഹം പിന്മാറില്ല. ഇന്നും ഞാൻ കൊടുക്കുമെന്ന് മൂന്നാമത്തെ രാത്രിയും അദ്ദേഹം വലിയൊരു സ്വതക്ക കൊടുത്തു, ആരും അറിയാതെ. ആർക്കാണ് കിട്ടിയത്? നിങ്ങൾ ആ നാട്ടിലെ ഏറ്റവും ധനാഢ്യനായ മനുഷ്യനാണ് ആ സ്വതക്ക കിട്ടിയത്. അങ്ങനെ നാട്ടിലാകെ ചർച്ചയായി. പക്ഷേ അത് ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചു കൊണ്ട് കൊടുത്തായതുകൊണ്ട് അത് അള്ളാഹു കബൂൽ ചെയ്ത്. എങ്ങനെയാ നിങ്ങൾ ആ മോഷ്ടാവായ മനുഷ്യന് മാറ്റം വന്നു. അയാൾ ചിന്തിച്ചെന്തര്, ഞാനിപ്പോൾ ഈ ചെറിയ ചെറിയ പൈസക്കും വേണ്ടിയുള്ള ഈ കക്കാൻ നടക്കണ്, ഇത് തന്നൊരാളുടെ മനസ്സുണ്ടാവുമല്ലോ, നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കുമല്ലോ ഒരു മനുഷ്യൻ ഇത്രയും വലിയ സംഖ്യ എനിക്ക് സ്വതക്ക തന്നത്. അപ്പം അദ്ദേഹം അത് മാറി ചിന്തിച്ച് ആ മോഷണം നിർത്തി. അദ്ദേഹം നന്നായി എന്നാണ്. ആ വേശ്യയും ചിന്തിച്ച് അതേപോലെ, ഞാൻ ചെറിയ നക്കാപ്പിച്ച കാശിന് വേണ്ടിയാണ് ഞാൻ ഈ വേശ്യാവൃത്തി ചെയ്യുന്നത്, പക്ഷെ ഇത്ര വലിയ സംഖ്യ എനിക്ക് സ്വതക്ക തന്ന മനുഷ്യൻ്റെ ഒരു മനസ്സുണ്ടാവുമല്ലോ, നാളെ സ്വർഗം കിട്ടണം, നാളെ രക്ഷപ്പെടണം, ദൈവത്തിൻ്റെ പ്രീതി കിട്ടണം എന്നത് ആ മനസ്സ് കാണാതെ പോയില്ല എന്നാണ്. ആ മനസ്സിനെ പറ്റി ചിന്തിച്ചിട്ട് ആ വേശ്യ മാറി എന്നാണ്, അല്ലേ? ആ പിശുക്കനായ സമ്പന്നനായ മനുഷ്യൻ ആ സ്വതക്ക കിട്ടിയപ്പം അയാൾ ചിന്തിച്ചു, ഇത്രയും സമ്പത്തുണ്ടായിട്ട് ഞാൻ ഇതുവരെ ഒരു നയാ പൈസ പോലും ഒരാൾക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ ഒരു രാത്രി ഒരു മനുഷ്യൻ, ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് ഞാൻ മിസ്കീനാണെന്ന് വിചാരിച്ച് ഇത്രയും വലിയ തുക എനിക്ക് നൽകിയ ആ മനുഷ്യൻ്റെ മനസ്സെന്തായിരിക്കും? അയാൾ പ്രതിഫലം ആഗ്രഹിക്കുന്ന ഒരു പരലോകമുണ്ടല്ലോ, അത് അയാളെ ചിന്തിപ്പിച്ചു. അയാൾ മാറി. ഈ മൂന്നാളുകളും ആ നാട്ടിൽ മാറി എന്നാണ്. ഇതെന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ഇഖ്ലാസ് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടണം, അള്ളാഹു കബൂൽ ചെയ്യണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് അത്രയും മാറ്റം എന്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയത്. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര ചെറുതാണെങ്കിലും, അല്ലേ, ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് നാളെ കാണും, അത് അള്ളാഹു വളർത്തിക്കൊണ്ടുവരും. നോക്കി, ഒരു മനുഷ്യൻ ദീർഘമായ യാത്രക്ക് പോവുകയാണ്. ദീർഘമായ യാത്രക്ക് പോകുമ്പം എന്ത് ചെയ്യും? കയ്യിലുള്ള സാധനങ്ങളൊക്കെ അയൽവാസി ഏൽപ്പിച്ചിട്ടാണ് പോകുക. ഇന്നത്തെ പോലത്തെ എന്തില്ല, ഒരു സാധാരണക്കാരന് ഇതൊന്നും ഏൽപ്പിക്കാൻ എന്തുണ്ടാവില്ല, സർവൻറ്റും നാട്ടുകാരൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അയൽവാസിയെ, തൻ്റെ വീട്ടിൽ എന്താ അത്യാവശ്യമുള്ളത് അത് എടുത്തിട്ട് ബാക്കി അയൽവാസിയെ ഏൽപ്പിച്ചിട്ടാണ് ദീർഘമായ യാത്രക്ക് പോവുക. കാരണം പഴയ കാലത്ത് മരുഭൂമിയിലൂടെ ദീർഘയാത്ര നടത്തുമ്പം എന്ത് ചെയ്യുക, അസുഖങ്ങൾ വരാം, അതേപോലെ തന്നെ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുക, തിരിച്ചു വരാനുള്ള ചാൻസ് കുറവാണ്.
അതുകൊണ്ട് ഉണ്ടായ ആട്ടിൻകുട്ടിയെ അയൽവാസി ഏൽപ്പിച്ചിട്ട് അയാൾ ദീർഘമായ യാത്രക്ക് പോവുകയാണ്. തിരിച്ചു വരുന്ന സമയം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരികയാണ്. അപ്പം അയൽവാസി പറയാണ്, നിങ്ങൾ അന്ന് തന്ന ആ ആട്, അന്ന് ഏൽപ്പിച്ച ആ ആട് ആ മലഞ്ചെരുവിലുണ്ട് എന്നാണ്. അങ്ങനെ അദ്ദേഹം ആ മലഞ്ചെരുവിൽ പോകുമ്പം കണ്ണെത്താ ദൂരത്തെ വലിയ ആട്ടിൻ കൂട്ടമാണ് അദ്ദേഹം കാണുന്നത്. ആട്ടിൻ കൂട്ടമാണ്. അപ്പോൾ ഒരാടിനെ ഏൽപ്പിച്ചിട്ട് ഒരാട്ടിൻ കൂട്ടത്തെ ഇവിടെ കാണുന്നത്. അപ്പോൾ തിരിച്ചു വന്ന് ചോദിക്കുമ്പോൾ പറയണത്, അത് മുഴുവൻ നിങ്ങളുടെ ആടാണ്, നിങ്ങളുടെ ആട് പെറ്റുപെരുകിയുണ്ടായ ആട്ടിൻ കൂട്ടമാണ് ആ മലഞ്ചെരുവിൽ മുഴുവൻ നിങ്ങൾ കാണുന്നത്, അത് മുഴുവൻ നിങ്ങൾക്കുള്ളതാണ് എന്ന് പറയുമ്പം ആ മനുഷ്യനുണ്ടാകുന്ന സന്തോഷത്രയാണ്. അതേപോലെയാണ് സഹോദരങ്ങളെ നമ്മൾ ചെയ്ത ചെറിയ ചെറിയ കർമ്മങ്ങൾ, ഇഖ്ലാസോടുകൂടി ചെറിയ കർമ്മങ്ങൾ നാളെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ട് അതിൻ്റെ പ്രതിഫലം നമ്മൾ മദ്രസന് കൊടുത്ത, നമ്മൾ മദ്രസക്ക് വേണ്ടി സംഭാവന ചെയ്ത കാശ് അല്ലേ, നമ്മൾ മദ്രസ ഉണ്ടാക്കിയപ്പം നമ്മൾ കൊടുത്തൊരു 100 ചാക്ക് സിമെൻറ്റ് അല്ലെങ്കിൽ 1 ചാക്ക് സിമെൻറ്റ് ആ മദ്രസയിൽ കുട്ടികൾ പഠിച്ചുമ്പം, അവർ ഖുർആൻ പഠിക്കുമ്പം, അവർ ഫാത്തിഹ ഓതി പഠിക്കുമ്പം, അവർ ജീവിതത്തിൽ ഓതിയ ഓരോ ഫാത്തിഹയിലും ഒരു ഷെയർ അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുന്നതാണ്. ഇന്നാ നഹ്നു നുഹ്യി الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين എന്ന സൂറത്തു യാസീനിലെ ആയത്തിന്റെ അർത്ഥം നൽകുന്ന അറിവതാണ് സഹോദരങ്ങളെ. ചെയ്തത് മാത്രമല്ല അള്ളാഹു നമുക്ക് വേണ്ടി രേഖപ്പെടുത്തുക, അതിൻ്റെ അനന്തരഫലങ്ങൾ, ആ നമ്മൾ ചെയ്തത് കാരണമായി നമ്മുടെ മരണശേഷവും ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചോ, എന്തൊക്കെ അനന്തരഫലങ്ങൾ ആ ചെയ്തിക്കുണ്ടായോ, ആ കർമ്മങ്ങൾക്കുണ്ടായോ, അതിൻ്റെ എല്ലാം പ്രതിഫലം നമ്മുടെ കർമ്മരേഖയിൽ അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ്. അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടൂല. ഒരാളോട് ചിരിക്കുന്നത് പോലും, ഒരു കുട്ടിക്ക് വലത് കൈകൊണ്ട് കഴിക്കുമോനെ എന്ന് ഉപദേശിക്കുന്നത്, നമ്മുടെ കുട്ടികളെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്നത്, ഒരാളോട് ഒരു നല്ല കാര്യം പറയുന്നത്, ഇതൊന്നും നാളെ സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെടുത്തൂലെന്ന. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടി ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. നോക്കി, ഒരു ഹദീസിൽ കാണാം, ലമ്മാ ഖലഖല്ലാഹുൽ ജന്നത ഖാല ലി ജിബ്രീൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ സൃഷ്ടിച്ചു, എന്നിട്ട് ജിബ്രീലിനോട് പോയി കണ്ടുവരാമാണ്. അപ്പോൾ സ്വർഗ്ഗവും നരകമൊക്കെ ആൾറെഡി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. അതാണ് കാരണം ഹദീസിൽ വളരെ വ്യക്തമാണ്. സ്വർഗ്ഗം സൃഷ്ടിച്ചിട്ട് അള്ളാഹു ജിബ്രീലിനോട് പറയാണ്, ജിബ്രീലെ എന്താണ്, നീ ഒന്ന് പോയിട്ട് ഇദ്ഹബ് ഫൻദുർ ഇലൈഹ, അതൊന്ന് പോയി നോക്കിയിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറയണം. അല്ലേ, നമ്മളൊരു സാധനം ഉണ്ടാക്കിയാൽ ഒരു കൗതുകത്തിനുണ്ടല്ലോ, ഒന്ന് പോയി കാണി എന്നൊക്കെ പറയല്ലേ, ഒന്ന് കണ്ടുവരാം ജിബ്രീലിനോട് പറയാണ്. അങ്ങനെ ജിബ്രീൽ പോയി ഫദഹബ ഫൻദറ ഇലൈഹ, എന്നിട്ടോ സുമ്മ ജാഅ ഫഖാല, പടച്ചോനെ എന്താണ് യാ റബ്ബ് വഇസ്സതിക, എന്താണ് പടച്ചോനെ ഈ സ്വർഗ്ഗത്തെ പറ്റി കേട്ടറിഞ്ഞ അതിലെ സൗകര്യങ്ങളും ആഡംബരങ്ങളും അതിലെ ലക്ഷറികളും ഒക്കെ കണ്ടിട്ട് ജിബ്രീൽ അള്ളാഹിനോട് വന്നിട്ട് പറയാണ്, ഈ സ്വർഗ്ഗത്തെ പറ്റി കേട്ടറിഞ്ഞ ഏതൊരാളും ആ സ്വർഗ്ഗത്തിൽ എത്തിപ്പെടാതിരിക്കൂല എന്നാണ്. അത്രയും സൗകര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഇറക്കിയെന്നാണ്. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു, സുമ്മ ഹഫഹ ബിൽ മക്കാരിഹ്, മക്കാരിഹായ കാര്യങ്ങൾ കൊണ്ട്, ചെയ്യാൻ ഇടങ്ങേറുള്ള കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു സ്വർഗ്ഗത്തെ ഒന്ന് വലയം ചെയ്തു. എന്നിട്ട് ഒന്നുകൂടി പോയി നോക്കാൻ പറഞ്ഞു ജിബ്രീലിനോട്. അപ്പോൾ ജിബ്രീൽ രണ്ടാമത് പോയിട്ട് വന്നിട്ട് പറഞ്ഞു, എന്ത്, സുമ്മ ജാഅ ഫഖാല ഐ റബ്ബ് വഇസ്സതിക ലഖദ് ഖശീതു അൻ ലാ യദ്ഖുലഹാ അഹദ്, ഒരാളും ആ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ്. അപ്പോൾ അത്ര ഈസി അല്ല. കുറേ ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു സ്വർഗത്തെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അതുകൊണ്ട് സഹോദരങ്ങളെ, ബോധപൂർവമായ ഒരു പരിശ്രമം, ഓരോ സെക്കൻഡും ബോധപൂർവം ആ സ്വർഗത്തിനു വേണ്ടി നമ്മൾ ജീവിക്കണം. എങ്കിലേ സഹോദരങ്ങളെ ആ സ്വർഗത്തിൽ എത്തിപ്പെടുള്ളൂ. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മളെ പൊതിയണം, അല്ലേ, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മളെ പൊതിയണമെന്നാണ്. നരകത്തെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു നേരെ ജിബ്രീലിനോട് വീണ്ടും പറയാണ്, ആ നരകത്തൊന്ന് പോയി നോക്കാൻ പറയാണ്. അങ്ങനെ ജിബ്രീൽ പോയി നോക്കി. ഫദഹബ ഫനളറ ഇലൈഹ സുമ്മ ജാഅ ഫഖാല റബ്ബേ ലാ യസ്മഉ ബിഹാ അഹദുൻ ഫയദ്ഖുലഹ, ഒരിക്കലും എന്താണ് അത് കേട്ടറിഞ്ഞ ഒരാളും അതിൽ പ്രവേശിക്കൂല എന്നാണ്. അത്രയും എടങ്ങേറിൻ്റെ കെണിയാണ് അള്ളാഹു നരകത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരാളും എന്തെയില്ല, അതിനെപ്പറ്റി കേട്ടറിഞ്ഞ ഒരാളും അതിലെത്തിപ്പെടൂല എന്നാണ്. അപ്പൊ അള്ളാഹു വീണ്ടും എന്ത് ചെയ്തു, യാ ജിബ്രീൽ, അള്ളാഹു എന്ത് ചെയ്തു, ഫഹഫഹാ ബിശ്ശഹവാത്ത്, ഷഹവാത്തുകൾ കൊണ്ട്, ദേഹേച്ഛകൾ കൊണ്ട് നരകത്തെ ഒന്ന് പൊതിഞ്ഞു എന്നാണ്. എന്നിട്ട് ഒന്നും കൂടി പോയി നോക്കാൻ പറഞ്ഞു എന്നാണ്. അപ്പോൾ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞ എന്താ, ഞാൻ ഭയപ്പെടുന്നു, എല്ലാവരും അതിൽ ചെന്ന് പതിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്.
അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഷഹവാത്തുകൾ കൊണ്ട് പൊതിഞ്ഞ ഒരു നരകത്തെ, അല്ലേ, മക്കാരിഹുകൾ കൊണ്ട് പൊതിഞ്ഞ ഒരു സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ, ഷഹവാത്തുകൾ കൊണ്ട് പൊതിഞ്ഞ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ദേഹേച്ഛകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം. അള്ളയും റസൂലും എന്ത് പറഞ്ഞു? ഇപ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതാണ്. നമ്മുടെ വ്യക്തി നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ഈ കൽപ്പനകൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇന്നത്തെ സാഹചര്യവും കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മുടെ ഉസ്താദ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ആ സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് ഒരിക്കലും കിട്ടൂല എന്നാണ് അള്ളാഹിൻ്റെ റസൂൽ പറയുന്നുണ്ട്. നിങ്ങളൊരാൾക്കും നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് സഹാബത്തിനോട് പറഞ്ഞപ്പം അവർ തിരിച്ചൊരു ചോദ്യം നബിനോട് ചോദിച്ചു. എന്താ നിങ്ങൾ പ്രവാചകരെ, താങ്കൾക്കോ എന്നാണ്, താങ്കളുടെ വിഷയത്തിലോ എന്നാണ്. കാരണം അള്ളാഹിൻ്റെ റസൂൽ ആരാണ്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടില്ലേ? പ്രവാചകനാണ്. നേരം പുലരുവോളം, കാലിൽ നീര് വരുവോളം രാത്രി നമസ്കരിക്കുന്ന ഒരു പ്രവാചകനെ നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലേ? ഹന്തക്ക് യുദ്ധത്തിന്റെ സമയത്ത് സഹാബത്ത് വന്നിട്ട് പരാതി പറയാണ്. എന്താണ് പട്ടിണിയാണ്, മുഴുപട്ടിണിയാണ് മദീനയിൽ. ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. അവർ ഡ്രസ്സ് പൊക്കിയിട്ട് നബിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും ഓരോ കല്ല് പള്ളമ്മ കെട്ടിച്ചിട്ടാണ് കിടങ്ങ് കുത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹിൻ്റെ റസൂലിന് ഒന്നും പറയാനല്ല. അള്ളാഹിൻ്റെ റസൂല് തൻ്റെ ഡ്രസ്സ് പൊക്കി കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ 2 കല്ലാണ് കെട്ടിക്കണേ. ആ പ്രവാചകനെ സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ കർമ്മങ്ങൾ പോലും ആ പ്രവാചകനെ സ്വർഗത്തിൽ എത്തിക്കുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകരെ, താങ്കളുടെ കർമ്മങ്ങൾ കൊണ്ട് താങ്കൾ സ്വർഗത്തിൽ പോകും. ആരാണ്? നേരം വെളുക്കുവോളം സൂറത്തുൽ ബക്കറയും സൂറത്തു ആല ഇമ്രാനും സൂറത്തു നിസാഉം സൂറത്തു മാഇദയും ഒക്കെ രാത്രി നമസ്കാരത്തിൽ ഓതി ദീർഘമായി നമസ്കരിച്ച, കാലിൽ നീര് വരുവോളം രാത്രി നമസ്കരിച്ച ആ പ്രവാചകന്റെ കർമ്മങ്ങൾ കൊണ്ടുപോലും ആ പ്രവാചകൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നാണ്. അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ എന്നാണ് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത്. അതുകൊണ്ട് ആ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ ചോദിക്കണം സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മോട് കാരുണ്യം ചെയ്യാൻ, നമ്മുടെ മാതാപിതാക്കൾക്ക് കാരുണ്യം ചെയ്യാൻ. ഒരു സലാം പറയുമ്പോൾ പോലും വിളിക്ക്, അല്ലേ? എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്നോട് പരാതിപ്പെട്ടു. എന്താ വെച്ചാൽ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ദിക്ർ ചൊല്ലിയിരിക്കുമ്പോൾ ഞങ്ങളെ പള്ളിക്ക് എന്തല്ലോ എല്ലാവരും ഇങ്ങനെ പോകും. ഓരോ കുട്ടികളൊക്കെ ആദ്യം ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിലേക്ക് തന്നെ കുട്ടികൾ എണീറ്റ് പോകും. ഓരോ കുട്ടിയും പോകുമ്പോഴും അസ്സലാമു അലൈക്കും ഇങ്ങനെ ഓരോ കുട്ടികൾ പോകുമ്പോഴും അസ്സലാമു അലൈക്കും. അത് കഴിഞ്ഞ് കുറച്ച് ചെറുപ്പക്കാർ പോകും, പിന്നെ വയസ്സന്മാരും പോകും. അങ്ങനെ ഒരാളവിടെ കുത്തിരുന്ന് ദിക്ർ ചൊല്ലുകയാണെങ്കിൽ ഒരു 10-20 സലാം അടക്കേണ്ടി, ചുരുങ്ങിയ സലാം അടക്കേണ്ടി വരും. അപ്പോൾ ഒരു സുഹൃത്തിനോട് ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെ സലാം അടക്കണം, അപ്പോൾ എന്താ പത് നമ്മളെ ദിക്റും ഇതൊക്കെ അങ്ങോട്ട് ശരിയാണില്ലല്ലോ എന്ന്. എന്താ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ നിങ്ങൾ, ഈ സലാം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാട്ടെ എന്നാണ്. നമ്മൾ ആ കുത്തരിന് ചോദിക്കണ്ടല്ലോ, അതന്നെയാണ് ഇവിടെ ഫ്രീ ആയിട്ട് തരാന്ന് പറയണത്. അതാണ് തരാന്ന് പറയണത്. അത് ഒരാളെ പ്രാർത്ഥനയാണ്. ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ഒരു കുട്ടി സലാം പറയുമ്പോൾ അത് കബൂൽ ചെയ്താൽ പോലെ, മലക്കുകൾ അതിന് ആമീൻ പറഞ്ഞാൽ പോലെ. നമ്മളിങ്ങനെ ഇരുന്ന് ചെല്ലുണ്ടാക്കണീൻ്റെ അതുക്കും മേലെയാണ് ആ സലാം കൊണ്ട് ചിലപ്പം. അപ്പം ആ സലാം അടക്കുമ്പോൾ എന്താ നിങ്ങൾ ഒരു ഇഖ്ലാസോട് കൂടി സലാം അടക്കുക, വഅലൈക്കും മുസ്സലാം. അല്ലാതെ ഒരു ഈർഷ്യതയോടും ഒരു മടുപ്പോടും അല്ലാതെ കുടുങ്ങി എന്നുള്ള ഒരു മാറ്റിറ്റ്യൂഡോടോ അല്ല നമ്മൾ സലാം അടക്കേണ്ടത്. അതാ പറഞ്ഞത്, ഏത് കർമ്മം ചെയ്യുമ്പോഴും പടച്ചോൻ്റെ തൃപ്തി അതൊരു സലാം അടക്കുമ്പോഴും വേണം. ഒരു സലാം, ചില ആൾക്കാർ സലാം എറിഞ്ഞു തരും, സലൈക്കും, നമുക്ക് എന്തൊരു സലാം മറിച്ചില്ല സഹോദരൻ, അതും അയാളെ ശൈലിയായിരിക്കും. അതിന് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമല്ല. അപ്പം സഹോദരങ്ങളെ, അതിൽ പോലും ഒരു ആത്മാർത്ഥതയോടുകൂടി നമുക്ക് സലാം അടക്കാൻ സാധിച്ചാൽ അതൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ, വിചാരണ എളുപ്പമാകാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ രേഖപ്പെടുത്തിയ പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളയും. അള്ളാഹു ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഞാൻ കണ്ടുകണ്, തൽക്കാലം പുറത്തു തന്നുകണ് എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷം ഉണ്ടാവും. 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്ത് പോവും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിൻ്റെ കാരുണ്യം, റഹ്മത്ത് നമ്മുടെ മേലിൽ ചൊരിഞ്ഞിറങ്ങണം. അപ്പം എന്തു വേണം? അള്ളാഹുവിൻ്റെ കോപമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പ്രത്യക്ഷമായും പരോക്ഷമായും ധിക്കരിക്കരുത് സഹോദരങ്ങളെ. അത് നമ്മളെ അള്ളാഹുവിൻ്റെ ശാപം വിളിച്ചു വരുത്തും. അതുകൊണ്ട് ആ ഒരു ബോധം ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബോധപൂർവമായ ഒരു ശ്രമം, ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡും നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട്. അതൊരു വാക്ക് പറയുമ്പോഴാണ്, അല്ലേ? ഒരു വാക്ക് പറയുമ്പോൾ, ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പം, ഒരു വാട്സപ്പിൽ ഫേസ്ബുക്ക് നോക്കി നമ്മളൊരു കമൻ്റ് ഇടുമ്പം, സഹോദരങ്ങളെ, ഈ കമൻറ്റ് നാളെ പരലോകത്ത് വിചാരണയിൽ അനുകൂലമായിട്ട് വരുമോ പ്രതികൂലമായിട്ട് വരുമോ?
ഗൂഗിൾ പേ ചെയ്യാണ്. 5 റുപ്യ ഗൂഗിൾ പേ ചെയ്യുമ്പം അത് അനുകൂലമായിട്ട് പ്രതികൂലമായിട്ട് വരുമോ? എല്ലാത്തിനും ഒരു വാക്ക് പറയാൻ നിൽക്കുമ്പം അത് നാളെ അനുകൂലമായിട്ട് വരുമോ പ്രതികൂലമായിട്ട് വരുമോ? നമ്മളെ നരകത്തിലേക്കാണോ കൊണ്ടെത്തിക്കുക, സ്വർഗത്തിലേക്കാണോ കൊണ്ടെത്തിക്കുക? അങ്ങനെ ഒരു ബോധപൂർവമായ ശ്രമം, അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ഇത്തഖുല്ലാഹ്, വിശുദ്ധ ഖുർആൻ 200-ലധികം തവണ സ്ഥലത്ത് തഖ്വയെ പറ്റി പറഞ്ഞതാണ്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളെടുത്തുന്ന ഒരു ഗ്ലാസ് പൊട്ടിയിട്ട് നമ്മളെ ടേബിളിൻ്റെ ചോട്ടിക്ക് ചിലി മനം വീടും. നമ്മൾ ചെരുപ്പിടാതെ അവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ പെണ്ണുങ്ങൾ പറയും എണീക്കരുതെന്ന് പറയും. എന്നിട്ട് അവൾ ചൂലയിട്ട് വന്നിട്ട് ആ ഗ്ലാസ് മുഴുവൻ അവിടുന്ന് അടിച്ച് ക്ലീനാക്കി ഇടിഞ്ഞെണീറ്റോളി എന്ന് പറയും. എന്തുകൊണ്ടാണത്? നമ്മൾ എണീറ്റാൽ നമ്മളെ ചില്ല് നമ്മളെ കാലിൽ തറക്കും. അതേപോലെയാണ് തഖ്വ. ഒരു ദുർഘടമായ വഴിയിലൂടെ, മുള്ളും ചില്ലും കുപ്പിച്ചില്ലൊക്കെ ഉള്ളൊരു വഴിയിലൂടെ നമ്മൾ ചെരുപ്പിടാതെ പോകുമ്പം എത്ര ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ പോകുക. അതേപോലെ അള്ളാഹുവിൻ്റെ വിരോധങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കാൻ, അള്ളാഹുവിനെയും റസൂലിനെയും ഞാൻ തൃപ്തിയോടുകൂടി, അതാണ് പ്രത്യേകത, വെറുതെ അനുസരിക്കല്ല, ഇത് എടാകൂടെന്ന് വിചാരിച്ചിട്ട് വെറുപ്പോടുകൂടെയല്ല, ഉള്ളിൽ ആഗ്രഹത്തോട് തൃപ്തിയോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് ഈ വഹി കൊണ്ട്, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആ ഒരു കാര്യത്തിൽ നല്ല ഒരു ബോധം നമുക്കുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെയും നിങ്ങളുടെ കുടുംബത്തെയും എന്ത് ചെയ്യണം? നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണമെന്നാണ്. കാരക്കയുടെ ഒരു ചുള കൊണ്ടെങ്കിലും സഹാബത്തെ നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ എന്ന് പറഞ്ഞതിന് തുല്യമായി അള്ളാഹു പറയണം, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും. അല്ലേ, നല്ലൊരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ, ഇപ്പം നല്ലൊരു എൻജോയ്മെൻറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് സ്നേഹമുള്ളവരെ നമുക്ക് ഓർമ്മ വരും. അല്ലേ, ഇപ്പോൾ നല്ലൊരു സ്ഥലത്ത് പോയാൽ പറയില്ലേ, എൻ്റെ പെണ്ണുങ്ങളെ വിളിച്ച് പറയും, ഇജ്ജ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ആഗ്രഹിച്ചു പോകണം, അത്രയും ചുരുക്കുണ്ട് ഇവിടെ കാണാൻ. ഇപ്പോൾ ഈ കൂർഗിൽ വന്ന് നല്ല കാഴ്ച കാണുമ്പോൾ എന്താണ് അങ്ങനെ തോന്നും, ഇജ്ജ് കൂടി ഉണ്ടെങ്കിൽ നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ, നല്ല രസമുണ്ട് കാണാൻ. എന്താണ് അത്? മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണ്, മനുഷ്യൻ്റെ ഒരു സന്തോഷമാണ്. ഇഷ്ടപ്പെട്ടവരും സ്നേഹിക്കുന്നവരൊക്കെ ഈ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമയത്ത് കൂടെ ഉണ്ടാകുക എന്നുള്ളത് അത് മനുഷ്യൻ്റെ രക്തത്തിൽ അലിഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ നാളെ പരലോകത്ത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണമെന്നാണ്. മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുന്ന നരകം. നിങ്ങൾ ആലോചിച്ച് നോക്കി. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം മുസ്ലിമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണാനന്തര ക്രിയകൾ കാണാൻ പോയി. അപ്പോൾ അവിടെ ചിതയിലിട്ടിട്ട് തീ കൊളുത്തുക ചെയ്യുക. ആ തലയോട്ടി പൊട്ടുന്ന ശബ്ദം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ചിതയിൽ നെയ്യൊഴിക്കും. എന്തിനാണ്? ആ തീ ആളിക്കത്താൻ, തീ നല്ല ചൂടുണ്ടാകാൻ. എന്തിനാണ്? ഈ മനുഷ്യനെ കത്തിക്കാനാണ്. മനുഷ്യൻ മാത്രമല്ല, കല്ലുകളും മനുഷ്യനും ഇന്ധനമാക്കപ്പെടുന്ന ഒരു നരകം. കല്ല് കത്തണമെന്നുണ്ടെങ്കിൽ സാർ, കല്ല് എന്ന് പറഞ്ഞാൽ സിലിക്കാണ്. കല്ല് കത്തണമെങ്കിൽ സാധാ ടെമ്പറേച്ചറിൽ കത്തൂല. ചുരുങ്ങിയത് 1200 മുതൽ 1700 ഡിഗ്രി സെൽഷ്യസ്. വെള്ളം ചൂടാകാൻ 100 മതി. 1200 1700 സെൽഷ്യസ് ഉണ്ടെങ്കിലേ കല്ല് പൊടിഞ്ഞ് കത്തി പൊട്ടുള്ളൂ. അത്രയും അതായത് സാധാരണഗതിയിൽ ഒരു തീപിടുത്തത്തിൽ കല്ല് കത്തൂല. പക്ഷെ അതുപോലും കത്തിക്കപ്പെടുന്ന ഒരു നരകത്തിൽ നിങ്ങൾ കാക്കണം, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കാക്കണമെന്നാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ എന്നാണ്. നോക്കി, രക്ഷപ്പെടാൻ പറ്റൂല, അവിടെ എങ്ങനെങ്കിലും ഓടിക്കഴിച്ചിടാൻ പറ്റില്ല. പരുക്കന്മാരായ മലക്കുകൾ അവിടെ ഉണ്ടാവുന്നതാണ്, കാവലുണ്ടാവുന്നതാണ്. അതുകൊണ്ടൊരു രക്ഷപ്പെടൽ സാധ്യമല്ല, ഒരു മടക്കം, ഒരു റിട്ടേൺ, ഒരു തിരിച്ചു പോക്ക് സാധ്യമല്ല എന്ന് നേരത്തെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തി സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നഫ്സിൻ്റെയും കുടുംബത്തിൻ്റെ നഫ്സുകളെയും എന്ത് ചെയ്യണം? നാളെ നരകത്തിൽ നിന്ന് കാക്കണം. ആ ഒരു ബോധപൂർവമായ ശ്രമം ജീവിതത്തിൽ ഏറ്റവും ഉടനീളം ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഏറ്റവും ഭീകരമായി നരകത്തെപ്പറ്റി പറഞ്ഞ ഏറ്റവും ഭീകരമായ ആയത്തുകളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നിയൊരു ആയത്ത് ഞാൻ പറയാണ്. വനാദൗ യാ മാലികു ലിയഖ്ലി അലൈനാ റബ്ബുക. ആലോചിക്കുക, നരകത്തിൽ ഇങ്ങനെ കടന്ന ആളുകൾ പ്രയാസപ്പെടുമ്പം അട്ടഹസിച്ചുകൊണ്ട് അവർ മാലിക്കിനെ വിളിച്ച് പറയുന്നതാണ്. നരകത്തെ കാക്കുന്ന മാലിക്കിനോട് അവർ പറയും, അല്ലയോ മാലിക്കേ, താങ്കളുടെ രക്ഷിതാവിനോട് ഞങ്ങളുടെ മേൽ മരണം വിധിക്കാൻ നീ ഒന്ന് പറയോ എന്നാ ചോദിക്കണത്. അല്ലേ, ചില പേഷ്യൻസ് ഉണ്ട് ക്യാൻസറൊക്കെ ആയിട്ട് വേദന അങ്ങേയറ്റം പ്രയാസപ്പെടുമ്പോൾ ബെഡ് സോർ വന്ന് പുറക്കെ പൊട്ടി കിഡ്നിക്ക് ഡയാലിസ് ചെയ്ത് കഴുത്തിലും എല്ലായിടത്തും ട്യൂബിട്ട് വെറും ഒരു ജീവമായി ഇങ്ങനെ കിടക്കുന്ന ചില പേഷ്യൻസ് ഈമാനില്ലാതെ പറഞ്ഞു പോകും, ഡോക്ടറെ ഒന്ന് കൊന്നു തരുമെന്ന്,
ഒന്ന് കൊന്നു തരുമോ എന്ന് പറയുന്നുണ്ട്. അതേപോലത്തെ വർത്താനാണ്. എന്താണ്? മാലിക്കേ, എൻ്റെ റബ്ബിനോടൊന്ന് പറയും, ഞങ്ങളൊന്ന് കൊന്നു തരുമോ, ഞങ്ങൾക്ക് മരണം തരുമോ എന്നാണ്. പക്ഷെ എന്താ നിങ്ങൾ നിങ്ങൾ ഇവിടെ സ്ഥിരമായി താമസിക്കാൻ പോണവരാണ്, നിങ്ങൾക്ക് മരണമില്ല എന്നാണ്. ഒരു പക്ഷേ വിശുദ്ധ ഖുർആനിലെ നരകത്തെ പറ്റി പറഞ്ഞ ആയത്തുകളിൽ ഏറ്റവും ഗൗരവമേറിയ ആയത്ത് സത്യത്തിൽ അതാണ്. കാരണം എന്താ പറയുക, ഏത് പ്രയാസത്തിലും ഇവിടെ നമുക്ക് എങ്ങനെ, എന്ത് ക്യാൻസറിന്റെ വേദനയാണെങ്കിലും എന്ത് പ്രതിസന്ധിയാണെങ്കിലും മരണം ഒരു ആശ്വാസമാണ്. ചില ആൾക്കാർ പറയും മരിച്ചോളല്ലുള്ളൂ, മരണത്തിന് ശേഷം പിന്നെ പടച്ചോന്റെ സമാധാനമല്ലോ അല്ലേ, അത് പ്രതീക്ഷയാണ്. നിങ്ങൾ ഒരിക്കൽ നരകത്തിലാണ് അകപ്പെടുന്നതെങ്കിൽ പിന്നെ അവിടെ പ്രതീക്ഷയ്ക്ക് വകല, അവിടെ മരണമല്ല, കാലാകാലം ആ എടങ്ങേറിന്റെ കൊടിയിൽ താമസിക്കേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് ലഖദ് ജിനാക്കും ബിൽ ഹഖി വലാകിന്ന അക്സറകും ലിൽ ഹഖി കാരിഹൂൻ. എന്താണ്? നിങ്ങൾക്ക് സത്യം കൊണ്ടുവന്നു തന്നു, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് സത്യം, അല്ലാഹുവിൻ്റെ വഹയായ ഈ ഖുർആനും ഈ ഹദീസും നിങ്ങൾക്ക് കൊണ്ടുവന്നു. പക്ഷേ നിങ്ങളിൽ അധിക പേരും ആ സത്യത്തെ വെറുക്കുന്നവരായിരുന്നു എന്നാണ്. അതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സത്യത്തെ വെറുക്കാതെ അതിനിഷ്ടപ്പെട്ടുകൊണ്ട് അതിനെ ഫോളോ ചെയ്തുകൊണ്ട് അത് ജീവിതത്തിൽ അലങ്കാരമാക്കിക്കൊണ്ട് അല്ലേ, നമ്മുടെ ജീവിതത്തിൻ്റെ വൈബ് ദീനായിട്ട് മാറണം. നമ്മൾ എന്തും ആഘോഷിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഘോഷിക്കേണ്ടത് നമ്മുടെ ദീനായിരിക്കണം. ഇന്ന് നമ്മൾ അസ്ർ ജമാഅത്ത് നിസ്കരിച്ചോ, മഗ്രിബ് ജമാഅത്ത് നിസ്കരിച്ചോ, അതിലാണ് നമ്മൾ സന്തോഷം കൊള്ളേണ്ടത്. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക നഷ്ടമുണ്ടായതിലല്ല നമ്മൾ വിഷമിക്കേണ്ടത്. നമ്മുടെ ഒരു ജമാഅത്ത് ഉറങ്ങിപ്പോയിട്ട് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിലാണ് നമ്മൾ വിഷമിക്കേണ്ടത് അല്ലേ. നമ്മുടെ മകനെ നമ്മൾ പള്ളിയിൽ മുന്നത്തെ സഫിൽ കണ്ടില്ല, അതിലാണ് നമ്മൾ വിഷമിക്കേണ്ടത്. അല്ലാതെ കച്ചവടത്തിൽ ഒരു ദിവസം കുറച്ച് പൈസ കുറഞ്ഞു എന്നതോ എന്തെങ്കിലും സ്ഥലം വിറ്റപ്പം എന്തെങ്കിലും നഷ്ടം പറ്റി എന്നതിലല്ല ഒരു സത്യവിശ്വാസി ദുഃഖിക്കേണ്ടതും വിഷമിക്കേണ്ടതും സഹോദരങ്ങളെ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്താണ് അവന്റെ ഉമ്മ ഹാവിയയാണെന്ന് പറയുമ്പം അല്ലേ. ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താ സ്വരങ്ങളെ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഏറ്റവും കംഫർട്ടായ സ്ഥലം എന്താണ്? ഇപ്പൊ ചിലപ്പോൾ പെണ്ണുങ്ങൾ പറയും നമ്മളോട്, എന്ത്, ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, നിങ്ങളെ കുട്ടീനെ കൊണ്ട് എന്താ പ്രശ്നം? നമ്മളെ കുട്ടി എന്താ അറിയുള്ളൂ, നമ്മളെ കുട്ടി നിലത്ത് വെച്ചാൽ നോളിച്ചു, അതിനടുത്ത് പള്ളമ്മക്ക് വെച്ചാലേ എന്ത് ചെയ്യുള്ളൂ, അപ്പം നൊള്ളോളി നിർത്തും. അതെന്തുകൊണ്ടാണ് അല്ലെ? ചിലപ്പോൾ ഇപ്പോൾ സ്ത്രീകൾ പറയല്ലേ, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, എന്താ കാരണം? കുട്ടി ഇങ്ങനെ കരയാ, അത് എടുത്ത് പിടിച്ചാലേ കൊണ്ടിടന്നാ നൊളിച്ചില്ല, വെച്ചാ നൊളിച്ചു. അത് ആ കംഫർട്ടാണ്. ആ അമ്മാന്റെ ശബ്ദം കേൾക്കുമ്പം, ആ അമ്മാന്റെ തലോടൽ കേൾക്കുമ്പം, ആ എൻ്റെ ഉമ്മാന്റെ സ്പർശനം കേൾക്കുമ്പം, അതാണ് ഒരു ഉമ്മ എന്ന് പറഞ്ഞാല് അല്ലേ. ഒരു ഉമ്മ ഏത് അടങ്ങേറുണ്ടാവുമ്പോഴും നമ്മൾ എന്താ പറയാ, ഉമ്മ മണ്ടിയരി എന്ന് പറയാ, എൻ്റെ ഉമ്മ എന്നാ പറയാ. വേദനിക്കുമ്പോൾ പല ആളുകളും എൻ്റെ ഉമ്മ എന്നാ പറയാ, അതൊരു ആശ്വാസമാണ്. പക്ഷേ അവന്റെ ഉമ്മ തന്നെ നരകമാണ് എന്ന് പറയുമ്പം അവനൊരു പ്രതീക്ഷയില്ല എന്നാണ്, ഹോപ്പ്ലെസ് ആണ്, ഒരു പ്രതീക്ഷയും ഇല്ല എന്നാണ്. ഉമ്മ നരകാണ് എന്ന് പറയുമ്പം ഇനി ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. അത്രയും ഗുരുതരമായിട്ട്, അത്രയും ഗൗരവമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നരകത്തെ പറ്റി ബോധ്യപ്പെടുത്തിയിട്ട് സഹോദരങ്ങളെ അതിൽ വന്ന് പതിക്കുക, അതിൽ ചെന്ന് ചാടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വലിയ വിഡ്ഢികളാണ്. നരകത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂൽ അറിയിച്ചു തന്നിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്, ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിലേറെ എന്ത് ഉദാഹരണമാണ് ചെയ്യാൻ പറ്റും? ഇതിലേറെ എന്ത് മാതൃകയാണ് സഹോദരങ്ങളെ ഒരു പ്രവാചകന് ചെയ്യാൻ പറ്റുക? അത്രയും ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃക. ഓരോ സാഹചര്യത്തിലും എങ്ങനെ പെരുമാറണം, ഏത് നിലപാടെടുക്കണം എന്ന് കൃത്യമായിട്ട് പ്രവാചകൻ 23 വർഷത്തെ പ്രവാചക ജീവിതത്തിൽ, 13 വർഷത്തെ മക്ക ജീവിതത്തിലും 10 വർഷത്തെ മദീന ജീവിതത്തിലും കൂടി ഒരു മുസ്ലിമിന് ജീവിതത്തിലുടനീളം ആവശ്യമായ ലോകത്തിന്റെ ഏത് ഭാഗത്തും ഏത് സാഹചര്യത്തിലും ജീവിക്കുന്ന മുസ്ലിമിന് ഏറ്റവും നല്ല മാതൃക നൽകിക്കൊണ്ട് ആ പ്രവാചകന്റെ 23 വർഷത്തെ ജീവിതം ലോകാവസാനം വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും അല്ല മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു സാക്ഷിയാക്കി ബാക്കിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിനേക്കാൾ എന്താണ് സഹോദരങ്ങളെ അള്ളാഹ്ക്ക് നമ്മളോട് ചെയ്യാൻ പറ്റിയ കാരുണ്യം എന്താണ് അല്ലേ? നരകത്തിൻ്റെ ആയത്തുകൾ, അതിൻ്റെ ഗൗരവങ്ങൾ അല്ലേ. നരകത്തിലേക്ക് പതിക്കുന്ന ആളുകൾ ആരാണ്? കാഫിർ ആരാണ്? മുനാഫിക് ആരാണ്? ഫാസിഖ് ആരാണ്? എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു പറയുന്നത്. നരകത്തിൽ പതിച്ച ആളുകൾ സ്വർഗത്തിൽ വന്ന ആളുകളും തമ്മിൽ സംസാരിക്കണം. നരകക്കാരും സ്വർഗക്കാരും തമ്മിൽ സംഭാഷണം നടത്താണ്. ഇതൊന്നും നടന്നതല്ല, നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ അള്ളാഹു അറിയിച്ചു തരാണ്. നിങ്ങൾ എന്തുകൊണ്ട് സ്വർഗത്തിലെന്നു, ഞങ്ങൾ എന്തുകൊണ്ടാണ് നരകത്തിലായത്, അവർ പരസ്പരം ഷെയർ ചെയ്യാണ്. എന്തിനാണ്? ഇതൊക്കെ അറിയാനാണ്. ആരാണ് നരകത്ത് പോകുന്നവർ, ആരാണ് സ്വർഗത്തിൽ പോകുന്നവർ, അതൊക്കെ മനസ്സിലാക്കി ആ നരകത്തിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള നിതാന്ത പരിശ്രമം നടത്താൻ വേണ്ടിയിട്ട്. അതാണ് സഹോദരങ്ങളെ ജീവിതം എന്നത്.
അതാണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യമെന്നത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി, എന്നെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനെ അറിയുകയും അള്ളാഹുവിന്റെ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അള്ളാഹുവിനെ മഅരിഫത്തുള്ളതാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ, ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയലാണ്. ആ അള്ളാഹുവിനെ അറിയുമ്പോൾ എന്താ മെച്ചം? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ആ അള്ളാഹിനെ അറിയുമ്പം ആ അള്ളാഹിനെ നിങ്ങൾ ആരാധിക്കും. കാരണം അള്ളാഹുവിൻ്റെ ഗാംഭീര്യം, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അള്ളാഹുവിൻ്റെ അഫ്ആലുകൾ, അള്ളാഹു കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, പ്രാർത്ഥന ഉത്തരം ചെയ്യുന്നവനാണ്, അള്ളാഹു ഖദീറാണ്, അള്ളാഹു നിരീക്ഷിക്കുന്നവനാണ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്, അള്ളാഹു പാപങ്ങൾ മുഴുവൻ പുറത്തു തരുന്നവനാണ്. ഈ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും എല്ലാം അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെന്താണ്? അവൻ അള്ളാഹുവിനെ ആരാധിക്കുള്ളൂ, അവൻ അള്ളാഹുവിലെ പ്രതീക്ഷർപ്പിക്കുള്ളൂ, അവൻ അള്ളാഹുവിലെ തവക്കുൽ ചെയ്തുള്ളൂ. അപ്പം എന്താണ്? ആ അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിയലാണ്, കണക്കാക്കേണ്ട പോലെ കണക്കാക്കലാണ്. നിങ്ങൾ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കാത്തതാണ് നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കാത്തതിൻ്റെ കാരണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നരകത്തിൽ നിന്ന് അകന്നാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, അല്ലേ? നമ്മളെപ്പോഴും പറയും നമ്മൾ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ചില ആളുകളൊക്കെ പറയണ്ടേ, 35 വർഷം ഞാൻ ആ മരുഭൂമിയിൽ ജോലി ചെയ്ത് ഞാനിപ്പോൾ പ്രമേഹവും പ്രഷറും എല്ലാ കിഡ്നിയൊക്കെ പോയിട്ട് എല്ലാ അസുഖവുമായി ഇപ്പോൾ തിരിച്ചു വന്നിക്കണം. എന്തിനു വേണ്ടി? എൻ്റെ 5 പെൺകുട്ടികളെ കെട്ടിച്ചു, അല്ലേ? എൻ്റെ 2 കുട്ടികളെ ഞാൻ MBBS എനപ്പോയിൽ കൊണ്ടുപോയി ചേർത്തി അവിടെ പഠിപ്പിച്ചു. ഇതൊക്കെ ആളുകൾ പറഞ്ഞ ഗൾഫിൽ പോയിട്ട് എൻ്റെ ജീവിതം ഫുള്ള് എന്ത് ചെയ്തു, അവർക്ക് വേണ്ടി നശിപ്പിച്ചു എന്നൊക്കെ ആൾക്കാർക്ക് ലാസ്റ്റ് മക്കളൊന്നും തിരിച്ചു തരാതെ ആൾക്കാർ പറഞ്ഞു പോകും. ആ മക്കളെ കൊണ്ടൊരു കാര്യം ഉണ്ടായില്ല. സഹോദരങ്ങളെ, ഈ ഗതി വരാതിരിക്കാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? നാളെ നമ്മൾ ആർക്ക് വേണ്ടിയാണോ ജീവിച്ചത്? വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തുകളും സൂറത്തു മആരിജ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഈ തബാറക്കയും അമ്മയും എടുത്ത് പരിശോധിച്ചാൽ, വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ 2 ജുസുകൾ എടുത്താൽ അത് മക്കയിലിറങ്ങിയ സൂറത്തുകളാണ്. അതിൽ മുഴുവനും മക്കിയായ സൂറത്തുകളാണ്. എന്താ മക്കിയായ സൂറത്തിൻ്റെ പ്രത്യേകത? ചെറിയ ആയത്തേക്കാരം പരലോകബോധം. അങ്ങനെ ഓരോ ആയത്തിലും പരലോകബോധം അങ്ങനെ വിശുദ്ധ ഖുർആൻ തന്നുകൊണ്ടേയിരിക്കും. അതാണ് മക്കയിലെ ആയത്തുകളുടെ പ്രത്യേകത. എന്താണ്? തൗഹീദും ആഖിറത്തും റിസാലത്തുമാണ് മക്കയിൽ ഫുള്ള് പഠിപ്പിച്ചത്. യുബസ്സറൂനഹും സൂറത്തുൽ മആരിജിൽ ആയത്താണ്. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീഹി. തൻ്റെ മക്കളെ കൊടുത്തുകൊണ്ട്, തൻ്റെ മക്കളെ ഫിദിയ കൊടുത്തുകൊണ്ട്, മക്കളെ പ്രായശ്ചിത്തം നൽകിക്കൊണ്ട് ഒരാൾ നാളെ ആ നരകത്തിൽ നിന്ന്, ആ പ്രയാസത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആളുകൾ ആഗ്രഹിച്ചു പോകുന്നതാണ്. ഇവിടെ മക്കൾക്ക് വേണ്ടി മരിക്കാണ്, അല്ലേ? കിഡ്നി കൊടുക്കാൻ തയ്യാറാണ്, അല്ലേ? ആ ഉമ്മ എന്ത് ചെയ്തു? മകന് കിഡ്നി കൊടുക്കാൻ തയ്യാറാണ്. ഭാര്യ കൊടുക്കാത്തടുത്ത് ഉമ്മ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അത് മക്കളോടുള്ള സ്നേഹമാണ്. അത്രയും സ്നേഹമുള്ള മക്കളെ പ്രായശ്ചിത്തം കൊടുത്തിട്ടെങ്കിലും ഫിദിയ കൊടുത്തിട്ടെങ്കിലും ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ജനം ആഗ്രഹിക്കുന്ന, മനുഷ്യരാഗ്രഹിക്കുന്ന ഒരു ദിവസം നാളെ വരാനുണ്ട് എന്നുള്ളതാണ്. എത്ര കൃത്യമാണ്! തൻ്റെ ഭാര്യയെ കൊടുത്തുകൊണ്ട്. ഇതൊക്കെ മനുഷ്യൻ്റെ ക്രൈസാണ്. മക്കള്, ഭാര്യ, സഹോദരൻ എന്നൊക്കെ പറഞ്ഞാൽ അതിനുവേണ്ടി ആൾക്കാർ മരിക്കും. അതൊക്കെ നാളെ ഫിദിയ കൊടുത്തുകൊണ്ട് ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നൊരു ദിവസമുണ്ട്. തനിക്ക് അഭയം നൽകിയ തൻ്റെ ബന്ധുക്കളെ എന്തതിനപ്പുറം പറയാനുള്ളത്? ഭൂമിയിലുള്ളത് മുഴുവനും. എന്തിന് സഹോദരങ്ങളെ, അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു. ഞാൻ അറിയുന്ന ഒരു ഡോക്ടർ എന്താണ്, അദ്ദേഹം അമേരിക്കയിൽ പോയിട്ട് 79ാമത്തെ വയസ്സിൽ തൻ്റെ ഹൃദയവും ശ്വാസകോശവും മാറ്റി വെച്ചിട്ടുണ്ട്. സാധാരണ ഹൃദയം മാറ്റി വെക്കൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ശ്വാസകോശം ഇത് രണ്ടും മാറ്റി വെച്ചിട്ടുണ്ട് 79ാമത്തെ വയസ്സിൽ. ഏകദേശം ഇന്ത്യയിലെ 30 കോടി റുപ്യ ഏകദേശം ചിലവാക്കിയിട്ട്. ഒരു പുരുഷായുസ് കൊണ്ട് ഉണ്ടാക്കിയ പൈസനേക്കാൾ, അല്ലേ? ഉണ്ടാക്കിയ പൈസനേക്കാൾ 79ാമത്തെ വയസ്സിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു കാലം ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തും മനുഷ്യൻ കൊടുക്കും ഈ ജീവിതത്തിന് വേണ്ടി. അപ്പം അങ്ങനെ ആലോചിച്ച് നോക്കി, ആ പരലോകത്തെ ശിക്ഷ നേരിൽ കാണുന്ന സന്ദർഭത്തിൽ ഭൂമിയിലുള്ളത് മുഴുവൻ കൊടുത്തിട്ടെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസം വരുന്നതാണ്. അന്നേ ദിവസം ആരാണ്? അന്ന് മുത്തക്കികളല്ലാത്ത ആളുകളൊക്കെ പരസ്പരം ശത്രുക്കളായിരിക്കുന്നതാണ്. അതുകൊണ്ട് മുത്തക്കികളല്ലാത്ത നിങ്ങൾക്ക് എന്ത് ബന്ധമുണ്ടോ സഹോദരങ്ങളെ? ഓരൊക്കെ നാളെ നമ്മളെ ശത്രുക്കളായിട്ട് വരും. മുത്തക്കിങ്ങൾ മാത്രമേ നാളെ ഖിയാമത്ത് നാളിൽ സുഹൃത്തുക്കളായിട്ടുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സന്ദർഭം നാളെ ജീവിതത്തിൽ വരാനുണ്ട്. അതുകൊണ്ട് നല്ലോണം പ്രാർത്ഥിക്കുക. റബ്ബനാ ഹബ്ലനാ മിന അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മൾ ഏറ്റവും കൂടുതൽ ദുനിയാവിൽ സ്നേഹിച്ച നമ്മുടെ മക്കൾ നാളെ നമുക്കെതിരെ ശത്രുക്കളായി വരാതിരിക്കാൻ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നാണ്.
ആ പ്രാർത്ഥന ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥനയായിട്ട് അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാന്റെ അവസാനത്തെ ആയത്തുകളിൽ പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. എന്താണ്? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നാണ്. മുത്തഖിയാക്കണം എന്നല്ല പറഞ്ഞത്, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണം എന്നാണ് പറഞ്ഞത്. എന്താ സഹോദരങ്ങളെ, അല്ലെ ഒരു ആ ആയത്ത് വിശദീകരിച്ചു കൊടുത്ത് മുഫസ്സിറുകൾ ഉദ്ധരിച്ചൊരു സംഭവം കാണാൻ പറ്റും. എന്താണ്? നമ്മൾ അങ്ങനെ ചിന്തിക്കണം. മുത്തഖിൽ ഇമാം എന്താണ്? ഒരു ക്ഷാമത്തിൻ്റെ സന്ദർഭത്തിൽ ഒരു സംഘം വന്നിട്ട്, ഒരു ഗോത്രക്കാർ വന്നിട്ട് നബിനോട് സഹായം ചോദിച്ചു എന്നാണ്. നബിനോട് സഹായം ചോദിച്ചു. നബി എല്ലാവരോടും അവരുടെ കയ്യിലുള്ളതൊക്കെ കൊടുക്കാൻ പറഞ്ഞു. ആരും ഒന്നും കൊടുക്കണില്ല. നബിന്റെ മുഖം ചുവന്നു എന്നാണ്. അത് കണ്ടപ്പോൾ സഹാബത്ത് പേടിച്ചു. എല്ലാവരും ആദ്യം കുറച്ച് ആൾക്കാർ പെരയുള്ളത് കൊണ്ടേച്ച് ഉള്ളത് മൊത്തം കൊണ്ടേ അവിടെ ഇട്ടു, അല്ലേ? അത് കണ്ടപ്പം പിന്നെ ആൾക്കാരെന്ത് ചെയ്തു? പിന്നെ ആൾക്കാരെല്ലാവരും ഓരോരുത്തർ അവരുടെ പെരയിൽ നിർത്തുകൊണ്ടിരാൻ തുടങ്ങി. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ആദ്യം കൊടുത്തവർക്ക് എന്തുണ്ടാവും? ആ ആദ്യം കൊടുത്തതാണ് ഇതിൻ്റെ പ്രചോദനം. അവർക്ക് ബാക്കിയുള്ളവർ കൊടുത്തിൻ്റെ ഒക്കെ കൂലി ഉണ്ടാവും എന്നാണ്. അതാണ് മുത്തഖീങ്ങൾക്ക് ഇമാമാകുക എന്ന് പറഞ്ഞാൽ. എല്ലാത്തിലും മുന്നിൽ നിൽക്കാൻ പറ്റണം, എല്ലാത്തിലും മാതൃക കാണിക്കാൻ. അങ്ങനത്തെ മക്കളെ തരണേ, അങ്ങനത്തെ ഭാര്യമാരെ തരണേ എന്ന് പ്രാർത്ഥിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. നമ്മുടെ ഏതൊരു പ്രാർത്ഥനയിലും ആ ഒരു ലഫ്ള് ഉണ്ടാകണം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. കാരണം നാളെ പരലോകത്ത് മക്കൾ ശത്രുക്കളായി വരുന്ന, ഭാര്യമാർ ശത്രുക്കളായി വരുന്ന, സ്വന്തക്കാർ ശത്രുക്കളായി വരുന്ന ഒരവസ്ഥ, അത് ഏറ്റവും ദയനീയമായ, അങ്ങേയറ്റം വിഷമുള്ളൊരവസ്ഥയായിരിക്കും. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു കുടുംബത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുടുംബത്തോടു കൂടി സ്വർഗത്ത് പോകണം. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ സ്വയം നന്നാകണം എന്നുള്ളതാണ്. നമ്മളെല്ലാ മോശത്തരം കൊണ്ടുവന്നിട്ട്, എല്ലാ മോശമായ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും വെച്ചിട്ട് നമ്മൾ സ്വർഗത്ത് പോകണമെന്ന്, മറ്റുള്ളവരൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നത് വിഡ്ഢിത്താണ്. ഏത് മാറ്റം നമ്മൾ നമ്മുടെ കൂടെ ജീവിക്കുന്നവരിൽ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, ആ മാറ്റത്തിൻ്റെ ആള് ആദ്യം നമ്മളാകണമെന്നാണ്. നമ്മളാദ്യമാകണമെന്നാണ്. ലാ യുഗയ്യിറു ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം എന്നാണ്. സ്വയം മാറാതെ ഒരു ജനതയെ അല്ലാഹു മാറ്റൂല എന്നാണ്. അതുകൊണ്ട് നമ്മൾ മാറണം. നമ്മളെ എല്ലാ മോശമായ സ്വഭാവങ്ങളും, അല്ലേ? നമ്മൾ ദേഷ്യപ്പെടുന്നവനാണോ, നമ്മൾ ദേഷ്യം കുറക്കണം, അല്ലേ? നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വസിയത്താണ്, ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത്, അല്ലേ? അതേപോലെ നമ്മൾ വഞ്ചന നടത്തുന്ന ആളാണോ, സഹോദരങ്ങളെ, നമ്മൾ വഞ്ചിക്കാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ എന്തൊക്കെ നല്ല സ്വഭാവങ്ങളായി പഠിപ്പിച്ചോ അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വേണമെന്നാണ്. ആലോചിച്ച് നോക്കി, ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥ നാളെ സ്വർഗത്തിൽ എന്താണ്? വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയതഹും എന്നാണ്. നാളെ പരലോകത്ത് എന്ത് ചെയ്യും? ഏതൊരു കൂട്ടർ വിശ്വസിക്കുകയും അവരുടെ സന്താനങ്ങൾ ആ വിശ്വാസത്തിൽ അവരെ ഇത്തിബാഅ് ചെയ്യുകയും പിന്തുടരുകയും ചെയ്തിരിക്കുന്നുവോ, അവരുടെ സന്താനങ്ങളെ നാം അവർക്കൊപ്പം ചേർക്കുന്നതാണ്. ഇത് വല്ലാത്തൊരായത്താണ്. വിശുദ്ധ ഖുർആനിലെ ഒരു മനുഷ്യന് സമാധാനം കിട്ടുന്ന ആയത്തുകളിൽ വല്ലാത്തൊരായത്താണ് ഈ ആയത്ത്. സൂറത്തു തൂറിലെ 21-ാമത്തെ ആയത്ത്. വല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വത്തബഅതുഹും ദുർരിയതഹും, വിശ്വാസത്തിൽ അവരെ പിന്തുടർന്ന അവരുടെ സന്താനങ്ങൾ, അവർക്ക് അല്ലാഹു നൽകുന്ന ഈമാൻ, അവർക്ക് അല്ലാഹു നൽകുന്ന ഒരു പ്രതിഫലം തരും. അൽഹഖ്നാ ബിഹിം ദുർരിയതഹും എന്നാണ്. അതായത് നാളെ പരലോകത്ത് മാതാപിതാക്കൾ, പരലോകത്തിലെ പ്രത്യേക തരങ്ങൾ, നാളെ സ്വർഗത്തിൽ ഒരു ദറജല്ല, സ്വർഗത്തിൽ ദറജകളാണ്. എല്ലാവരും ഒരേ സ്വർഗത്തിലല്ല പോകുക, വ്യത്യസ്തമായ സ്വർഗാണ്. സ്വർഗത്തിൽ ദറജകളുണ്ട്. ഒരു ദറജ, 2 ദറജകൾക്കിടയിലുള്ള അകലമെന്ന് ആകാശഭൂമികളോടുള്ള അകലം ഉണ്ടാവുന്നതാണ്. അത്രയും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മാതാപിതാക്കൾ ഏറ്റവും ഉന്നതമായ ദറജയിൽ സ്വർഗത്തിൽ വിരാജിക്കുമ്പം അത്രയൊന്നും അവസ്ഥയിലല്ലാത്ത സന്താനങ്ങളെ മാതാപിതാക്കളുടെ കൺകുളിർമയ്ക്ക് വേണ്ടി അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കുന്നതാണ്. അതാർക്കേ ഉള്ളൂ? വിശ്വാസത്തിൽ പിന്തുടർന്ന മക്കൾക്കേ കിട്ടുള്ളൂ. വാപ്പാനെ അഖീദയിൽ പിന്തുടർന്ന മക്കൾക്ക് ആ ഭാഗ്യം കിട്ടുള്ളൂ, എല്ലാവർക്കും കിട്ടൂല. അപ്പൊ അതുകൊണ്ട് അത് വല്ലാത്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ എന്താണ്? അദ്ദേഹം പറയാണ്, അള്ളാഹു കർമ്മങ്ങളിലും ഈമാനിലും മാതാപിതാക്കളുടെ അത്രയും ദറജയിലെത്താത്ത മക്കളെ മാതാപിതാക്കളുടെ ഒരു സമാധാനത്തിനും ആശ്വാസത്തിനും വേണ്ടി ദറജ സ്വർഗത്തിൽ മക്കളത് അള്ളാഹു ഉയർത്തിക്കൊടുക്കുമെന്നാണ്. അത്രയും വലിയ പ്രതിഭ. അപ്പം എന്ത് വേണം? നമ്മളെ മക്കളെ കൂടെ നിർത്തണം. ചെറുപ്പത്തിലെ ഇമാം ഗസാലി പറഞ്ഞതുപോലെ 7 വയസ്സ് വരെ മക്കളെ നിരന്തരം ഉപദേശിക്കണം.
അല്ലേ? അവർ കാണുന്നതും അവർ കേൾക്കുന്നതും എന്താകണമെന്ന് നമ്മൾ നിയന്ത്രിക്കണം. അവർക്ക് എന്തും നമുക്ക് കാണാൻ പറ്റും, യൂട്യൂബിലും അവർ ഷോർട്സ് ഒക്കെ കാണും. പക്ഷേ അത് ഇസ്ലാമിൻ്റെ, അത് ത്വാഅത്തിൻ്റെ, അള്ളാഹു ഹലാലാക്കിയ രൂപത്തിലുള്ള, അത് ഖുർആനാകട്ടെ, ദിക്റാകട്ടെ, അവരുടെ കർമ്മങ്ങളാകട്ടെ, അങ്ങനത്തെ കാര്യങ്ങൾ അവരിൽ സന്നിവേശിപ്പിക്കാൻ, ദീനിൻ്റെ കാര്യങ്ങൾ, ദീനിൻ്റെ ആൾ, അതാണ് ജീവിതത്തിൻ്റെ വൈബായിട്ട് അവർ മനസ്സിലാക്കുന്നൊരു സാഹചര്യം വീട്ടിലുണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ശ്രമിക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് എന്താണ് വിശ്വാസം? പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ദറജയോ അല്ലെങ്കിൽ ദുനിയാവിലെ എന്തെങ്കിലും പൊസിഷനോ അധികാരമോ സമ്പത്തോ സ്വാധീനമോ അല്ല സഹോദരങ്ങളെ. നമ്മുടെ അഖീദയാണ്. അഖീദുള്ള മക്കൾ, അവനെത്ര എന്താണ് നല്ല ദറജയിലല്ലാത്ത ജോലിയാണെങ്കിലും എൻ്റെ മകന് അഖീദയിൽ എന്നോടൊപ്പമാണ്, പള്ളിയിൽ അവൻ മുന്നത്തെ സുഫിലുണ്ടാവും, ദീനിൻ്റെ കാര്യത്തിൽ അവൻ മുന്നിലാണ് എന്നതിൽ സന്തോഷിക്കാനും ആശ്വസിക്കാനും ഒരു പിതാവിന്, മാതാപിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ശേഷം നമ്മൾ മരിച്ച് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ കബർ കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് ശേഷം എന്ത് സഹോദരങ്ങളെ? മക്കൾ ഓരിച്ചെടുക്കും. നമ്മൾ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ, അല്ലേ, പാപ്പാന്റെ സ്വത്ത് എത്ര ഉണ്ടെന്ന് അറിയില്ല എന്നാണ്. കുഞ്ഞാലിയാക്കാനെ വിളിക്കണം എന്നാണ്. കുഞ്ഞാലിയാക്കാൻ്റെ അടുത്താണ് ആധാരം, അല്ലേ? ബിനാമികളുണ്ടാവും പല ആളുകൾക്കും. ആരൊക്കെ പേരിൽ രജിസ്റ്റർ ചെയ്ത സ്വത്തുകൾ, ടാക്സിൽ നിന്നും മറ്റേതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ബിനാമികളുള്ള ആളുകൾ മരിച്ചാലേ അറിയുള്ളൂ എത്ര സ്വത്തുണ്ട്, എത്ര ആധാരമുണ്ട് എന്ന് പോലും. സഹോദരങ്ങളെ, അതൊക്കെ അനന്തരാവകാശികൾ ഓഹരി വെച്ചെടുക്കുന്ന ഒരു ദിവസം വരുന്നതാണ്. എനിക്ക് ശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ മാത ഇബ്നു ആദം, ആദമിന്റെ മനുഷ്യൻ, ആദമിന്റെ മകൻ മരിച്ചാൽ ഇൻഖത അമലുഹു, അവന്റെ അമലുകൾ മുറിഞ്ഞു പോകും. ഒരു സുബ്ഹാനല്ലാഹ് പിന്നെ ചെല്ലാൻ പറ്റൂല. അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ആ അക്കൗണ്ടിലേക്ക് ഒരു സുബ്ഹാനല്ലാഹ് ചെല്ലാൻ, ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഒന്നും ആ അക്കൗണ്ടിലേക്ക് പിന്നെ കയറ്റാൻ സാധ്യമല്ല. ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ ഒഴികെ. ഒന്നെന്താണ്? സ്വദഖത്തിൻ ജാരിയത്തിൻ, നിലനിൽക്കുന്ന സ്വതക്ക, അല്ലേ? നമ്മൾ എന്തെങ്കിലും നിലനിൽക്കുന്ന എന്തെങ്കിലും സ്വതക്കകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇതാ പള്ളിക്ക് നമ്മൾ ഒരു പീഡിയ റൂം കൊടുത്തു, അല്ലേ? ചില ആൾക്കാർ തെങ്ങ് കൊടുക്കും, ചില ആൾക്കാർ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഒരു ഷോപ്പ് ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കി കൊടുക്കും. അതിൻ്റെ വരുമാനം മദ്രസ കിട്ടട്ടെ, അറബി കോളേജ് കിട്ടട്ടെ, പള്ളി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി, ഒരു കിണറുണ്ടാക്കി കൊടുത്തു. അങ്ങനെ നിലനിൽക്കുന്ന ഒരു ഖുർആൻ പള്ളിയിലേക്ക് വഖഫ് ചെയ്തു. അങ്ങനെ നിലനിൽക്കുന്ന എന്തൊക്കെ സൽക്കർമ്മങ്ങൾ, സ്വതക്കയാണ് ഒരാൾ ചെയ്തത്, അത് അവൻ്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഔ ഇൽമിൻ ഒരു ഉപകാരപ്രദമായ അറിവ് ഒരാൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നാളെ ബാക്കി ഉണ്ടാവും. ആലോചിച്ച് നോക്കി, ഒരു ദിക്ർ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തൊരു ഈ യാത്രയിൽ അങ്ങാടിയിലെത്തുമ്പം നല്ലൊരു പ്രാർത്ഥന ഉണ്ട്, 10 ലക്ഷം പ്രതിഫലം കിട്ടുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു യുഹ്യി വ യുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത്ത് ബിയദിക്കൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള പ്രാർത്ഥന. അത് അങ്ങാടി ചെല്ലുക, 10 ലക്ഷം ഹസനാത്ത് എഴുതപ്പെടുന്നു. അത് യാത്രയിൽ അങ്ങാടി കൂടെ പോകുമ്പോൾ, നമ്മൾ എത്രയോ ദിവസം വണ്ടിയായിട്ട് അങ്ങാടി കൂടെ പോകുന്നുണ്ട്, ആ അങ്ങാടിയിലെത്തുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക, അല്ലേ? ഒരു കയറ്റം കയറുമ്പോൾ, യാത്ര പോകുമ്പോൾ കയറ്റം ഇറക്കം തന്നെ ഉണ്ടാകുക. ഒരു കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ, ഒരു സുബ്ഹാനല്ലാഹ്, ഒരു ഇറക്കിറങ്ങുമ്പോൾ ഒരു സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു ദിക്ർ ഒരാൾക്ക് പറഞ്ഞെടുത്താൽ ആ നന്മ അയാൾ ചെയ്യുമ്പോൾ സഹോദരങ്ങളെ, അതിൻ്റെ പ്രതിഫലം നമ്മൾ എന്നോ പറഞ്ഞെടുത്തേക്കാരം. നമ്മൾ മരിച്ചിട്ടും ആ യാത്രയിൽ അയാൾ ചെല്ലുമ്പോൾ, ഓരോ അങ്ങാടിയിൽ എത്തുമ്പോൾ അയാളത് ചെല്ലുമ്പോൾ അതിൻ്റെ കൂലി നമ്മളെ ഖബറിലേക്ക് വരുന്നതാണ്. വല്ലാത്തൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് ഒരു ദർസ് എടുത്തു കൊടുക്കുക, ഒരാൾക്ക് ഒരു ക്ലാസ് എടുത്തു കൊടുക്കുക, ഒരു കിതാബ് എഴുതുക. ഇനി അതിന് പറ്റൂല സഹോദരങ്ങളെ, ആർക്കെങ്കിലും എഴുതാൻ കഴിവുള്ളവരുടെ ചെന്നിട്ട് നിങ്ങളൊരു പുസ്തകം എഴുതി ഒരു നോട്ടുണ്ടാക്കി, ഞാനത് പ്രിന്റ് ചെയ്യാം, ഞാനത് PDF ഇറക്കാം, ഞാനത് പരസ്യം കൊടുക്കാം, ഞാനത് ജനങ്ങൾക്ക് എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾ എന്തിനു വേണ്ടി? നാളെ പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ച്, ഖബർക്ക് വല്ലതും വരണമെന്ന് ആഗ്രഹിച്ചിട്ട്. ഔ വലദിൻ സ്വാലിഹിൻ, മൂന്നാമത്തെ എന്താ? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള് മാപ്പാന്റെ ആധാരം ഓരിയച്ച് ആധാരത്തിന് കടികൂടി അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടി കടികൂടുന്ന മക്കളല്ല. ആ മരിച്ചിട്ടും ആ മരണം വരെ തൻ്റെ മാതാപിതാക്കൾക്ക് കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കള്, അങ്ങനത്തെ മക്കളെയാണ് സഹോദരങ്ങളെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. പദവികളും അലങ്കാരവും ശമ്പളവും ഡിഗ്രികളും സ്വാധീനവുമുള്ള വലിയ മക്കളെ ഉണ്ടാക്കരുത് എന്നല്ല, പക്ഷേ അതിൻ്റെ ഒക്കെ കൂടെ തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്ന ഒരു ബോധം കൂടി കുഞ്ഞുനാളിലേ നമുക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ജീവിക്കുമ്പം നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് നിർത്തിയാലാണ് ആ കുട്ടിയാക്കത് പാടാക. നമ്മളെങ്ങനെ എങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും കാര്യമില്ല. നമ്മളെ വാപ്പാനോട് നമ്മുടെ മകൻ ഏത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് നമ്മുടെ മക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ മക്കളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ വാപ്പ എന്തെങ്കിലും പറഞ്ഞ എൻ്റെ വല്യാപ്പ എന്തെങ്കിലും പറയുമ്പം എൻ്റെ വാപ്പ മിണ്ടാറില്ല, അല്ലേ? ഇഷ്ടമല്ലെങ്കിലും എൻ്റെ വാപ്പ ഒന്നും മിണ്ടൂല എന്ന് മനസ്സിലാക്കിയ ഒരു പേരക്കുട്ടി ആ വലുതാവുമ്പം അതേ നിലപാടാണ്
വാപ്പാനോട് എടുക്കുക. കാരണം എന്താ അറിയോ, എൻ്റെ വാപ്പ അങ്ങനെയായിരുന്നു, എൻ്റെ വാപ്പ അങ്ങനെയായിരുന്നു, എൻ്റെ വല്യാപ്പ ചൂടാവുമ്പം എൻ്റെ വാപ്പ തലയും താത്തിരിക്കുന്നതാണ്, തിരിച്ചൊന്നും പറയില്ല എന്നാണ്. അങ്ങനെ മാതാപിതാക്കളെ ആദരിക്കുന്ന, അവരുടെ വിഷമങ്ങളിൽ വിഷമിക്കുന്ന, അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുന്ന, അല്ലാഹുവിനെ ആരാധിക്കണം എന്നതിനോട് ചേർത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് അത് നമ്മൾ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ, അത് നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെ ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചിട്ടുണ്ടോ, അത് പറഞ്ഞു പഠിപ്പിക്കലല്ല. അതേപോലെ നമ്മളെ വാപ്പാക്ക് നമ്മൾ കൊടുക്കുന്ന കെയർ, നമ്മളെ വാപ്പാക്ക് നമ്മൾ ജീവിതത്തിൽ കൊടുക്കുന്ന സ്ഥാനം, അതറിഞ്ഞനുഭവിച്ച നമ്മുടെ മക്കൾ നമുക്ക് ആ കെയർ തരും, തിരിച്ചു തരും സഹോദരങ്ങളെ. അങ്ങനെയാണ് നമ്മൾ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനത്തെ മക്കളെയാണ് നമ്മൾ വളർത്തേണ്ടത്. അങ്ങനത്തെ മക്കളെ വളർത്തുമ്പം സഹോദരങ്ങളെ, മരണത്തിന് ശേഷം നമ്മുടെ ഖബറിലേക്ക് പ്രാർത്ഥനകൾ വരാണ്ടാവും. നമ്മളെ അക്കൗണ്ട് തുറന്നു കിടക്കും, അതിലേക്ക് മരണം വരെ പ്രാർത്ഥനകൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതൊരു നഷ്ടാവില്ല, ബാക്കിയൊക്കെ മരണത്തോടു കൂടി അവസാനിക്കും. ആധാരം സ്വത്തും വാപ്പാൻ്റെ കാറും ഏത് ലംബോർഗിനി ഉണ്ടെങ്കിലും അതൊക്കെ മക്കൾ വിറ്റിട്ടോ വിൽക്കാതെ ഓരിച്ചെടുക്കും സഹോദരങ്ങളെ. അതിലൊന്നും നമുക്ക് നാളെ ഖബറിലേക്ക് ഒന്നും വരാനില്ല. അതുകൊണ്ട് ആ ഒരു ബോധം, അതുകൊണ്ട് വീടിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്, അല്ലേ? ആണിനെ പറ്റി പറഞ്ഞെന്തറിയോ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخير من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. സൂറത്ത് അഹ്സാബിലെ 36-ാമത്തെ ആയത്താണ് ഈ ആയത്ത്. സഹോദരങ്ങളെ, നമ്മളെ നാളെ പരലോകത്ത് നമ്മളെ വിചാരണയ്ക്ക് വരുമ്പോൾ കുറേ നിലപാടുകൾ ഈ ആയത്ത് കാരണം നമുക്ക് വേർക്കേണ്ടി വരും. ഈ ആയത്ത് കാരണം നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് ഒരുപാട് വേർക്കേണ്ടി വരും. എല്ലാ കുടുംബങ്ങളിലും കുടുംബനാഥന്മാർ നല്ല ശ്രദ്ധിച്ചോളി. എന്താണ് നാളെ പരലോകത്ത് വെച്ച് ഓരോ കുടുംബനാഥനെയും അവൻ ഉത്തരവാദിക്കപ്പെട്ട കാര്യങ്ങൾ നാളെ ചോദ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മളെ മക്കൾ ഏത് വസ്ത്രം ധരിച്ചാണ് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയത്, അല്ലേ? ഇന്നത്തെ ഷോർട്ട് ടോപ്പും ജീൻസും ഇട്ടിട്ട് നമ്മളെ പെൺകുട്ടികൾ ഇസ്ലാമിൻ്റേതല്ലാത്ത വസ്ത്രം ധരിച്ചിട്ടാണ് ഇന്ന് പുറത്തിറങ്ങിയതെങ്കിൽ ആ വസ്ത്രം വാങ്ങിക്കൊടുത്ത ആ വസ്ത്രത്തിൻ്റെ കാശ് നമ്മൾ സമ്പാദിച്ചതാണെങ്കിൽ സഹോദരങ്ങളെ, അതിൻ്റെ പേരിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ദീനിന് നിരക്കാത്ത, അള്ളയും റസൂലും പഠിപ്പിക്കാത്ത ഒരു കാര്യവും എൻ്റെ കുടുംബത്തിലില്ല, എൻ്റെ മക്കളിലില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം ഇസ്ലാമിൽ ഒരു ചോയ്സും ഇല്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറ എന്നാണ്. അല്ലാഹുവും റസൂലും ഒരു കാര്യം കൽപ്പിച്ചാൽ ഒരു സത്യവിശ്വാസിനിക്കും അതിൽ ചോയ്സ് ഇല്ല എന്നാണ്. എന്താണോ കൽപ്പിച്ചത് സമിഅനാ വ അത്അനാ, ഞങ്ങൾ കേട്ടു അനുസരിച്ചു. നമുക്ക് ചോയ്സ് ഉണ്ട്. ഈ മുസ്ലിം ആണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ ചോയ്സ് ഉണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ മതത്തിൽ യാതൊരു ബലാത്കാരവുമില്ല. നിങ്ങൾ മുസ്ലിം ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയോ, എന്ന് അംഗീകരിച്ചോ, സാക്ഷ്യപ്പെടുത്തിയോ, അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചോ, എന്നാൽ നിങ്ങൾക്ക് ചോയ്സ് ഇല്ല. അള്ളാഹു റസൂൽ എന്തു പറഞ്ഞു എന്ന് അന്വേഷിക്കുക, പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. അതുകൊണ്ട് കുടുംബത്തിൽ എന്ത് തോന്നിയാസം നടന്നാലും, അല്ലേ, കല്യാണത്തിൽ ആർഭാടുണ്ടായി, വീഡിയോ വളരെ മോശമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മളെ പെൺമക്കളുടെ കല്യാണം, വീഡിയോഗ്രാഫി, അല്ലേ, പാട്ട്, കൂത്ത്, ഇതൊക്കെ സഹോദരങ്ങളെ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. മക്കളല്ലേ, ഓരിഷ്ടല്ലേ, ഓരെ വിഷമിപ്പിക്കേണ്ട സഹോദരങ്ങളെ, അതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. അങ്ങനത്തെ നിർമ്മലമായ വികാരങ്ങൾക്ക് ഇസ്ലാമിന് യാതൊരു പ്രസക്തിയില്ല. അള്ളാന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് നരകത്തിലാണ്. സ്വന്തം മാതാവിന്റെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും അള്ളാഹുവിന്റെ റസൂലിന് അനുവാദം നൽകിയിട്ടില്ല. പിന്നെയാണ് നിങ്ങളമ്മാന്റെയും പാപ്പാന്റെയും കാര്യം. ഗൗരവമുള്ള വിഷയമാണ്, അല്ലേ? എൻ്റെ വാപ്പ നരകത്തിലാണോ എന്നൊരു സഹാബി വന്ന് ചോദിക്കാണ്. എൻ്റെ വാപ്പി നരകത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. എൻ്റെ വാപ്പി നരകത്തിലാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതാപിതാക്കൾ നരകത്തിലാണ്. അഹ്ലുസുന്നയുടെ അഖീദയാണ്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണത്. ഓർക്കില്ലാത്ത എന്താണ് വാത്സല്യമാണ് സഹോദരങ്ങളെ നമ്മളെ മക്കളോട്, നമ്മളെ മാതാപിതാക്കളോട് നമുക്കുള്ളത്. അതുകൊണ്ട് എൻ്റെ മക്കൾ എന്ത് വിചാരിക്കും, ഓരോ കല്യാണമല്ലേ, ആ വികാരങ്ങൾക്ക് യാതൊരു പ്രസക്തി ഇസ്ലാമിലില്ല. നമ്മളെ പരലോകം നഷ്ടപ്പെടും. ഞാൻ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്നാണ്. അങ്ങനത്തെ ഒരു കല്യാണം പൊന്നാര മക്കളെ ഈ പെരയിൽ വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ നടക്കൂല. നിങ്ങളെ പൈസക്ക് ഓഡിറ്റോറിയത്തിൽ പോയി നടത്തിക്കോളി, ഞാനും ഉമ്മയും വരൂല. അത് ഇസ്ലാമിൻ്റെ നിലപാടാണ്. അതിൽ യാതൊരു നിങ്ങൾ ബാക്കിയിലെല്ലാം സഹകരിച്ചോളി സഹോദരങ്ങളെ. പക്ഷേ ആദർശത്തിൽ ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ്.
അത് പറയുന്നിടത്ത് നമ്മൾ റിസ്ക് കാണിക്കണം. അത് വളരെ മോശമായ ഭാഷയിലോ വളരെ വൈകാരികമായോ പറയരുത്. അത് വളരെ കൺവിൻസിംഗ് ആയി പ്ലീസിംഗ് ആയി വാപ്പാൻ്റെ കുട്ടി, വാപ്പ മഹ്ശർ ഓർത്ത് പരലോകത്തെ ഓർത്ത് വാപ്പാൻ്റെ വിശ്വാസം അതാണ്, വാപ്പ വിശ്വസിക്കുന്നത് അതാണ്. അതുകൊണ്ട് വാപ്പാക്ക് അതിന് കഴിയൂല മോനെ എന്ന് നിങ്ങൾ കണ്ണിൽ വെള്ളം വന്നുകൊണ്ട് പറഞ്ഞാൽ ഒരു മകനും അതിനെ ധിക്കരിക്കൂല എന്നാണ്. നമുക്ക് ആൾക്കാർ മക്കളോട് നമുക്ക് പറ്റുന്നത് നമ്മൾ ചൂടാകുക ചെയ്യാം. നല്ലൊരു റാപ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ കൽപ്പിക്കുകയാണ് ചെയ്യുക മക്കളോട്. അതുകൊണ്ടാണ് മക്കൾ ചെറുപ്പത്തിൽ കൗമാരത്തിൽ അകന്നു പോണത് അല്ലേ. അങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്താണ് സ്നേഹിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടത് അല്ലേ. മകന് കുഫറുണ്ടോ, മകന് അങ്ങനത്തെ ലിബറലിസം സംസാരിക്കുന്നുണ്ടോ അല്ലേ, ഓൻ പള്ളി പോകണോ ഇനി പള്ളി പോകില്ല എന്ന് പറയാണ്. ഖുർആനൊക്കെ ആരോ എഴുതിണ്ടാക്കിയതാന്ന് മകൻ പറഞ്ഞ് അത് കേട്ട് തകർന്നിരിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ഓനെ പുറത്താക്കല്ല വേണ്ടത്, ഓനെ സ്നേഹിച്ച് കൂട്ടിപ്പിടിക്കുകയാണ് വേണ്ടത്. സ്നേഹത്തെ കൊണ്ട് നമുക്ക് കീഴ്പ്പെടുത്തി ഇത് ഇല്ലാതാക്കാൻ പറ്റും. ഓനെ നമ്മൾ പുറത്താക്കിയാൽ എന്താ സംഭവിക്കുക, നിങ്ങൾ ഓന് വലിയ കുഫറിലേക്ക് വന്ന് അകപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ട് സത്യത്തിൽ നിന്ന് അകലാതിരിക്കാൻ വേണ്ടി റിഫ്കോട് കൂടി മയത്തെടുക്കാൻ നമ്മൾ അള്ളാഹുവിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും നന്നായിട്ട് സ്നേഹിച്ചുകൊണ്ട് പെരുമാറിയാൽ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും. കാരണം സ്നേഹത്തിന് കീഴ്പ്പെട്ടിട്ട് തൽക്കാലം അതിനൊരു ശമനെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, പക്ഷേ നിലപാട് കൃത്യമാണ്. അള്ളയും റസൂലും കൽപ്പിച്ചത് ഒരു കാരണവശാലും മയപ്പെടുത്താൻ സാധ്യമല്ല. നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ജീൻസും ടൈറ്റ് ജീൻസും ഷോർട്ട് ടോപ്പ് ഇട്ടിട്ട് നാളെ ഇസ്ലാമിൻ്റേതല്ലാത്ത എന്താണ് ഇസ്ലാമിന് വളരെ വ്യക്തമാണ്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന. ഇപ്പോൾ റോട്ടിൽ ഇറങ്ങിയാൽ സങ്കടമാണ് സഹോദരങ്ങളെ. മുഴുവൻ പെൺകുട്ടികളും പാൻറ്റും കുപ്പായും, മുഴുവൻ പെൺകുട്ടികളും മുസ്ലിങ്ങളായ മുഴുവൻ പെൺകുട്ടികളും. വളരെ ന്യൂനപക്ഷം മാത്രമാണ് യഥാർത്ഥ ഹിജാബ് ഇടുന്നത്. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, വിശുദ്ധ ഖുർആനിൽ ഇസ്ലാമിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്, മദ്ഹബിൽ തർക്കമില്ലാത്ത വിഷയമാണ് സ്ത്രീ ഹിജാബ് ധരിക്കണമെന്നത്. അവരുടെ മുഖമക്കന മാറിലൂടെ തൂങ്ങി വരണമെന്നത്. അവരുടെ കഴുത്ത് കാണാൻ പാടില്ല, അവരുടെ ശരീരത്തിൻ്റെ ആകാരവടിവ് പ്രദർശിപ്പിക്കാൻ പാടില്ല. ആ മക്കനെന്ത് ചെയ്യണം, അത് തൂങ്ങിങ്ങനെ കിടക്കണമെന്നാണ്. ശരീരത്തിൻ്റെ ഒരു ഭാഗവും അതിൻ്റെ ഒരു ഷേപ്പും പുറത്ത് കാണാത്ത രൂപത്തിൽ അവരുടെ മേൽ മൂടുപടങ്ങൾ തൂക്കിയിടട്ടെ എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്താണ്. അതെങ്ങനെയും ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റൂല. അതിൽ കാലങ്ങളായിട്ട് ഇസ്ലാമിൻ്റെ ശക്തമായ പൈതൃകമുണ്ട് എങ്ങനെയാണ് ഹിജാബ് ഇടുക എന്നുള്ളതിനെ കുറിച്ച്. അതുകൊണ്ട് അതുപോലും സഹോദരങ്ങളെ എത്ര നിസ്സാരമായി കണ്ടുകൊണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഹിജാബ് ധരിക്കാത്ത ഒരു പെൺകുട്ടി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും റബ്ബിൻ്റെ മുമ്പിൽ. ആ ചോദ്യത്തിന് നമ്മൾ വയർക്കേണ്ടി വരും എന്നത് തീർച്ചയാണ് സഹോദരങ്ങളെ. അതാണ് വിശുദ്ധ ഖുർആൻ ഇത്ര ഗൗരവമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ചോയ്സ് ഇല്ല എന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോയ്സ് അള്ളാഹു നൽകിയിട്ടില്ല. അള്ളാഹുവും റസൂലും എന്ത് പറഞ്ഞോ അതാണ് ദീന്. സ്വന്തമായി ഇഷ്ടം ഒരാൾക്കും ഇസ്ലാമിൽ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തുൽ ഊലാ. ജാഹിലിയത്തിൽ പെണ്ണുങ്ങൾ നടന്ന പോലെ ആ സൗന്ദര്യ പ്രദർശനം നിങ്ങൾ നടത്തരുത് എന്ന് പറഞ്ഞ ആയത്തിൻ്റെ തഫ്സീറിൽ ഇബ്നു കസീർ പറഞ്ഞിട്ട് ആ മക്കനെ കെട്ടേണ്ടത് എങ്ങനെ പറഞ്ഞിട്ട് അല്ലേ, അത് അവിടെ ബന്ധിക്കണം എന്നാണ് തലയിൽ. അതങ്ങനെ എങ്ങനെ ചുറ്റിയൊന്നും ഇടാൻ പറ്റൂല, ഷെയ്പ്പാക്കിടാൻ പറ്റൂല, അത് തലയിൽ ബന്ധിച്ച് തൂങ്ങി ഇങ്ങനെ കിടക്കണം എന്നാണ്. അത് അത്രയും വ്യക്തമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അങ്ങനെ ഹിജാബ് ഇടുന്ന മക്കളായിട്ട് ഭാര്യമാരായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ബാധ്യതയാണ്. അതിന് പറ്റിയ പെണ്ണിനെ കെട്ടാൻ പാടുള്ളൂ, അതിന് പറ്റിയ പെണ്ണിനെ മരുവളായിട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഒരു ബോധം, അങ്ങനത്തെ കുട്ടികളെ അങ്ങനത്തെ സന്താനങ്ങളെ പ്രസവിക്കാനും വളർത്താനുമുള്ള ആക്കുണ്ടാകേണ്ട ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ ക്വാളിഫിക്കേഷനിലെ പെണ്ണിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ കെട്ടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ മക്കൾ കെട്ടാൻ പാടുള്ളൂ. ആ ഒരു ബോധമാണ് നമുക്ക് ഒന്നിച്ച് കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ആ ഒരു ബോധം നമ്മൾ ജീവിതത്തിൽ നിലനിർത്തണം. ആ ബോധത്തിനനുസരിച്ചുള്ളൊരു ജീവിതവും പ്രവർത്തനവും ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഒരു നിർഭരമായ ഒരു മനസ്സുകൂടി ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ അതിന് പടച്ചോൻ്റെ തൗഫീക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ് ഭാര്യ എന്ന് പറഞ്ഞാൽ വീട്ടിലെ റാണിയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ കുട്ടികളെ വളർത്തുന്നതിലൊക്കെ ഉണ്ട്. പലപ്പോഴും എന്ത് ചെയ്യും, ആണുങ്ങളെ എന്ത് ചെയ്യും, ഗൾഫിലാണെങ്കിലും അതേപോലെ ജോലിയൊക്കെ തിരക്ക് പിടിച്ച ആളുകളാണെങ്കിലും കൂടുതൽ ഉത്തരവാദിത്തം പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുക. അപ്പോൾ അതിലൊരിക്കലും ഒരു പെണ്ണ് വിഷമിക്കേണ്ടതിലാണ്. കാരണം ഏറ്റവും വലിയ ഓഫറാണ്. ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. എന്താണ്, അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു പെണ്ണ് 5 നേരം നിസ്കരിച്ചു, വസാമത്ത് ശഹ്റഹ, റമദാനിൽ ഒരു മാസം മുഴുവൻ നോമ്പ് നോറ്റു, വഹഫിളത്ത് ഫർജഹ, അവരുടെ ഗുഹ്യസ്ഥാനം അവൾ സംരക്ഷിച്ചു, വഅതഅത് സൗജഹ, അവരുടെ ഭർത്താവിനെ അവർ അനുസരിച്ചു. സ്വർഗ്ഗമാണ് പഠിച്ച ഓഫർ. ആണുങ്ങൾക്ക് സ്വർഗം കിട്ടാൻ അത്ര ഈസി അല്ല.
പക്ഷെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിച്ചാൽ മതി അല്ലെ. ഒരു പെണ്ണിന് സ്വർഗം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? കല്യാണം കഴിച്ച് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിയാൽ മതി. 5 നേരം എന്തായാലും നിസ്കരിക്കണം, റമദാൻ മാസം എന്തായാലും നോമ്പ് വെക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ, ഗുഹ്യസ്ഥാനം സംരക്ഷിക്കുകയും ചെയ്താൽ നാളെ അള്ളാഹു സ്വർഗം തരുന്നതാണ്. സ്വർഗം തരുന്നതാണ്. അത്രയും എളുപ്പം സ്വർഗം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നല്ല മെനക്കെടാണിത്. ഭർത്താവിനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ചിലപ്പോൾ ചൂടാകാനൊക്കെ തോന്നും, ചിലപ്പോൾ സഹകരിക്കാതിരിക്കാൻ തോന്നും, ചിലപ്പം തെറ്റാൻ തോന്നും അല്ലേ. പക്ഷെ അതൊക്കെ ചെയ്യാതിരിക്കണമെങ്കിൽ നല്ല അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടുമെന്നുള്ള നല്ല എന്ത് വേണം? നല്ല ബോധം വേണം. നോക്കി, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു ആരാണ്? എന്താണ്? അനസ് റളിയല്ലാഹു പറയാണ്, അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈമിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുവിൽ അബൂ തൽഹ, ഭർത്താവായ അബൂ തൽഹക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി മരിച്ചു. മൂപ്പര് യാത്ര പോയി തിരിച്ചു വന്നപ്പോൾ കുട്ടി മരിച്ചിടക്കണം. അപ്പോൾ അദ്ദേഹത്തെ അറിയിച്ചില്ല എന്നാണ്. അറിയിക്കാതെ ഈ കുട്ടിയെ മാറ്റി റൂമിൽ കിടത്തിയിട്ട് ഭർത്താവ് വന്ന് യാത്രാക്ഷീണമൊക്കെ മാറ്റി നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് നന്നായി സന്തോഷിപ്പിച്ച് അവരെന്ത് ചെയ്തു? അവർ പരസ്പരം ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെട്ടതിന് ശേഷം ഭാര്യ ഉമ്മു സുലൈം അബൂ തൽഹനോട് ചോദിക്കുകയാണ്, ഒരാളെടുത്ത് നമ്മൾ എന്തെങ്കിലും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് അത് തിരിച്ചു ചോദിക്കുമ്പം അത് കൊടുക്കണ്ടേന്ന് ചോദിച്ചു. പിന്നെന്താ അല്ലേ, നമ്മളടുത്ത് എന്തെങ്കിലും ഒരാൾ സാധനം ഏൽപ്പിച്ചിട്ട് അത് തിരിച്ചു ചോദിച്ചാൽ കൊടുക്കണ്ടേന്ന് ചോദിച്ചു. എന്നാൽ നമ്മളെ മകനെ, അള്ളാഹു നമുക്ക് തന്ന മകനെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോയിക്കണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി, വിഷമമായി. കാരണം ജനാബത്തിൻ്റെ ഒരു അവസ്ഥയിലാണല്ലോ ഈ ഒരു വർത്താനം കേൾക്കേണ്ടി വന്നത്. അദ്ദേഹം നബിനോട് പോയിട്ട് പരാതി പറഞ്ഞു എന്നാണ് ഇങ്ങനെ കാണിച്ചിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായിട്ട് ഹദീസിൽ കാണാമെന്നാണ്. നിങ്ങൾക്ക് 2 പേർക്കും ഈ രാത്രിയിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ എന്നാണ്. എന്നിട്ട് എന്താണ്? ആ രാത്രിയിൽ അവരുടെ ശാരീരിക ബന്ധത്തിലുണ്ടായ കുട്ടി അബ്ദുള്ള എന്നൊരു കുട്ടി ജനിച്ചു. ആ കുട്ടിക്ക് 9 കാര്യങ്ങളായ മക്കളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പം എന്താണ്? അങ്ങനത്തെ എല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും ക്ഷമിക്കാനും ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനും കഴിയുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നോക്കി, അള്ളാഹിൻ്റെ റസൂൽ, ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരാണ്? അള്ളാഹു കഴിഞ്ഞാൽ ഫാത്തിമ ബി. നമുക്ക് കാണാൻ പറ്റും മനുഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഫാത്തിമ റളിയല്ലാഹുവിനെയാണ്. അത്രയും വലിയ ബന്ധമാണ് ആ ഉമ്മയും ആ വാപ്പയും മകളും തമ്മിലുണ്ടായിരുന്നത്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്താണ്? കയ്യമ്മ മുഴുവൻ തയമ്പ് വന്നിട്ട് കുമിള കെട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഒരു വേലക്കാരി ഈ മാവ് കുഴച്ച് മാവുമ്മ പണിയെടുത്തിട്ട് കൈ മുഴുവൻ പുളവും കെട്ടിയിരിക്കുകയാണ് അല്ലേ. പുളവും കെട്ടിയിട്ട് നബിൻ്റെ അടുത്ത് വന്നൊക്കെയാണ്. നബി അവിടെ വീട്ടിലില്ല. ആയിഷാ ബീവിയോട് പറയണം വന്ന കാര്യം എന്താണ്? എങ്ങനെങ്കിലും ഒരു സർവൻറ്റിനെ, ഒരു വേലക്കാരനെ കിട്ടണമെന്ന് നബിനോട് വാപ്പാനോട് പറയണമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങി വന്നപ്പം ആയിഷ റളിയല്ലാഹു പറഞ്ഞു, ഫാത്തിമ വന്നീന്നു, ഓളെ കയ്യൊക്കെ ആകെ മുറിയിക്കണ്, ഓക്ക് ഒരാളെ പണിക്ക് വേണമെന്നാണ് പറയണമെന്ന് പറഞ്ഞപ്പം ഞാൻ നേരിട്ടാണ് പോയിക്കൊണ്ട് എന്നാണ്. നബി നേരെ പോവുകയാണ്. നേരെ ഫാത്തിമ ബീവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഓലിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സന്ദർഭത്തിൽ നബി അതിൻ്റെ ഇടയിലിരുന്ന്, ഹദീസിൽ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമൻ്റെ അലിൻ്റെ ഇടയിലിരുന്നു എന്നാണ്. അത് ആ കാല്, നബിൻ്റെ കാല് തട്ടിയിട്ട് അലി റളിയല്ലാഹുവിൻ്റെ നെഞ്ഞ് തണുപ്പോടി എന്ന് ഹദീസിൽ അലി റളിയല്ലാഹു പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് ഞങ്ങൾക്ക് വേലക്കാരിനേക്കാൾ നല്ലൊരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെന്നാണ്. എന്താണ് ആ കാര്യങ്ങൾ? എന്താണ്? നിങ്ങൾ കടക്കാൻ നേരത്ത് 33 വട്ടം സുബ്ഹാനല്ലാഹ്, 33 വട്ടം അൽഹംദുലില്ലാഹ്, 34 വട്ടം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതാണ് മക്കളെ നിങ്ങൾക്ക് അതിനേക്കാൾ ഖൈർ എന്ന് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ സഹോദരങ്ങളെ, അങ്ങനെ ഒരു പ്രതിസന്ധിയിലും ഒരു പ്രയാസത്തിലും ശാരീരികവും മാനസികവുമായ ഒരു പ്രയാസം, ഒരു പ്രതിസന്ധിയും ജീവിതത്തിൽ വരുമ്പം അള്ളാഹുവിൻ്റെ റസൂൽ ഫാത്തിമ ബീവിയെ പഠിപ്പിച്ചതുപോലെ ആ ദിക്ർ, അള്ളാഹിനെ ഓർക്കാൻ, അള്ളാഹുവിൻ്റെ ദിക്ർ ഉച്ചരിക്കാൻ, അള്ളാഹുവിനെ ഓർത്ത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാകുന്നത്. ഭൗതികപരമായ ശാരീരികമായ പ്രശ്നങ്ങളിൽ, മാനസികമായ വിഷമങ്ങളിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്റാണ്, ഓർമ്മയാണ് ഏറ്റവും പവർഫുൾ ആയതാണ്. അതാണ് അള്ളാഹിൻ്റെ റസൂല് സ്വന്തം മക്കളെ പഠിപ്പിച്ചതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ആ അള്ളാഹുവിനെ ഓർക്കാൻ, ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂല് നൽകിയ വലിയ പാഠങ്ങളുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നമസ്കാരം കൽപ്പിക്കുക എന്നുള്ളത്, മക്കളെ നമസ്കാരം പഠിപ്പിക്കുക എന്നുള്ളത്, അത് മദ്രസിന്ന് മാത്രമല്ല, മദ്രസിലെ ഉസ്താദിൻ്റെ ഉത്തരവാദിത്തമല്ല. നല്ല ഖുശൂഓടുകൂടി, അദബോടുകൂടി എന്തിനാണ് നമസ്കരിക്കുന്നത് എന്ന് മക്കളെ പ്രായോഗികമായി നമസ്കാരം പഠിപ്പിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ കൂടി ഉത്തരവാദിത്തമാണ്. വഅ്മുർ അഹ്ലക ബിസ്വലാത്തി വസ്തബിർ അലൈഹ എന്നാണ്. നിങ്ങൾ നമസ്കാരത്തിന് കൽപ്പിക്കുകയും അതിൽ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യാൻ പറയും. ഖുർആൻ്റെ ആയത്താണ്. നല്ല ക്ഷമമാണ്. നിസ്കരിച്ചാൻ പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ ഇങ്ങനെ തട്ടിത്തിരിഞ്ഞ് നിൽക്കും. അസർ നിസ്കരിച്ച് വെച്ചാൽ ഞാൻ ഇപ്പം നിസ്കരിച്ചാറ്, പിന്നെ ഉണ്ടാവും ഇങ്ങനെ അതിൽ പോയിട്ട് ഇതിൽ വന്ന് നടക്കുന്നുണ്ടാവും അല്ലേ. ഇതിലാണ് പോയിട്ട് അതിൽ വന്നിട്ട് അഭിജ് പോയില്ലേ, ഞാൻ ഇപ്പം പോകാം,
അങ്ങനെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെ ആ വിഷയത്തിൽ നമ്മളെ നല്ല പരീക്ഷിക്കപ്പെടും. പക്ഷേ ക്ഷമാപൂർവ്വം നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഉറച്ചു നിർത്തണം. നമ്മൾ വീട്ടിലെ കിങ്ങാണോ സഹോദരങ്ങളെ? രാവിലെ നമ്മൾ ആൺകുട്ടികൾ പള്ളിക്ക് നമ്മളെ കൂടെ ജമാഅത്തിന് വരണം. നമ്മൾ നീക്കുമ്പം നമ്മളെ മക്കളവിടെ എണീറ്റ് പെൺകുട്ടികൾ വരി നിസ്കരിക്കണം. നമ്മളെ ആൺകുട്ടികൾ നമ്മളെ പിന്നാലെ നമ്മളെ കൂടെ നമസ്കാരത്തിന് വരണം. അത് പേടിപ്പിച്ചിട്ടും അടിച്ചിട്ടും അല്ല സഹോദരങ്ങളെ, അതൊരു ശീലമാക്കി മാറ്റി, അതൊരു സ്നേഹത്തിലുള്ള വാപ്പാനോടുള്ള സ്നേഹമായി. എൻ്റെ വാപ്പ അങ്ങനെയാണ്, ഞാൻ എൻ്റെ വാപ്പയും പള്ളിയിൽ പോകുന്നുള്ളത്, അതൊരു വികാരമാണ്. അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. ആ ഒരു രൂപത്തിൽ നമസ്കാരത്തെ കൽപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ആരാണ് വിജയിച്ചവർ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. എൻ്റെ വാപ്പ നിസ്കരിക്കുന്നത് കണ്ടാൽ തന്നെ ആ നമസ്കാരത്തിനൊരു അദബുണ്ട് എന്ന് മക്കൾക്ക് ബോധ്യപ്പെടണം. നമസ്കാരം സംതിങ് സീരിയസ് ആണ് എന്ന് മക്കൾക്ക് ബോധ്യപ്പെടണം. അതിങ്ങനെ ഒരു പായി നിർത്തി കള്ളിത്തുണിയും ഒരു ബനിയനും ഇട്ടിട്ട് നിസ്കരിച്ചാന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല നിസ്കരിക്കേണ്ടത്. എന്താണ്? ഏറ്റവും നല്ല വസ്ത്രത്തിനാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ എന്ന ഖുർആനിലെ സൂറത്ത് ആയത്തിറങ്ങിയതിന് ശേഷം ഇബ്നു ഉമർ ഏറ്റവും നല്ല വസ്ത്രം ഇട്ടുകൊണ്ടല്ലാതെ പള്ളിയിൽ വരാറില്ല എന്നാണ്. ചില ആൾക്കാർ പള്ളിക്ക് വരുന്നുണ്ട്, ബംഗാളികൾ വരുന്നില്ല, കള്ളിത്തുണിയും ആ കടക്കാനുള്ള ആ ഉറക്കത്തിലിട്ട ബനിയനും ഇട്ടുകൊണ്ട് വരുന്നതാണ്. അള്ളാന്റെ മുമ്പിക്കല്ല സഹോദരങ്ങൾ, ആരെ മുമ്പിലാണ് നമ്മൾ നിൽക്കണേ? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുനാജാത്താണ്, സംസാരമാണ്. ഒരാള് നമ്മളെ കാണാൻ വരുന്നുണ്ട് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നല്ലൊരു കുപ്പായം വേണ്ടിട്ടാണ് നമ്മൾ വരൂലേ? അത്രയും റെസ്പെക്ട് നമ്മൾ പടച്ചോന് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ആയത്താണ് ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. എല്ലാ ആരാധന വേളകളിലും നിങ്ങൾ അലങ്കാരമണിയണം, അണിഞ്ഞൊരുങ്ങണം എന്നാണ് ആയത്തിന്റെ അർത്ഥം. ആ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ല വസ്ത്രത്തിലാണ് പള്ളിക്ക് നിസ്കരിക്കാൻ വരിക. അതുകൊണ്ട് ആ വരവ് കണ്ടാൽ തന്നെ നമ്മളെ നിസ്കാരം കണ്ടാൽ തന്നെ നമുക്ക് നിസ്കാരത്തിന്റെ ഒരു വാല്യൂ പോണ രൂപത്തിൽ നമ്മൾ മക്കളെ മുമ്പ് നിസ്കരിച്ചത്. അവിടെ കണ്ടിട്ട് എന്താണ്, ഒരു കള്ളിത്തുണി ഒരു ബനിയനൊക്കെ ഇട്ടാണ്ട് ഇങ്ങനെ ചൊറിഞ്ഞും മാന്തി ഇങ്ങനെയൊക്കെ നോക്കി നിസ്കരിച്ചാൽ പോയാൽ അങ്ങനല്ല നിസ്കാരം. അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടി എന്താണ് ഇതിന്റെ അവസാനത്തെ നിസ്കാരമാണെന്നാണ്. ഇതിൻ്റെ അവസാനത്തെ ആ നിസ്കാരത്തിന് തയ്യാറാകുക. ആ നിസ്കാരത്തിൽ ചെല്ലുന്നത് എന്താണ് പറയുന്നത്? ഒരു അല്ലാഹു അക്ബർ. എത്ര തവണയാണ് നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ പറയുന്നത്? ബാങ്കിൽ പറയണത്, ബാങ്കിന്റെ ജവാബിൽ പറയണത്, അല്ലേ, ഇഖാമത്തിൽ പറയണത്, നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ എത്രട്ടാ പറയണത്? എത്ര പ്രാവശ്യമാണ് ഒരു ദിവസം ഒരു വിശ്വാസി ജീവിതത്തിൽ പറഞ്ഞ അല്ലാഹു അക്ബർ? നിങ്ങൾ നാളെ ഒന്ന് എണ്ണി വെക്കണ്ടി. അത്രയും തവണ അല്ലാഹു അക്ബർ പറയുന്നുണ്ട്. ഒരു അല്ലാഹു അക്ബർ എങ്കിലും ഒന്ന് ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായിട്ട് അതൊരു നിലപാടാണ്. എന്ത് പടച്ചോന്റെ വലിപ്പം മാത്രമല്ല അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ നിലപാടാണ്. അള്ളാഹ്ക്കും റസൂലിനും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് സ്ഥാനം കൊടുത്തു എന്നാണ്. അള്ളാഹു വലിയവൻ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹും റസൂലും ആണെന്നുള്ള പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ. അതൊരു പെട്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ നമ്മളെ ജീവിതം മാറിയില്ലേ? ആ പറയണിയിലൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട്, അല്ലേ, നിസ്കാരത്തിൽ സുബ്ഹാൻ റബ്ബിയൽ അളീം, സുബ്ഹാൻ റബ്ബിയൽ അഅല എന്നൊക്കെ പറയുമ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെല്ലുന്നതൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ട് ഇത് അവസാനത്തെ നിസ്കാരമാണ്. ഈ ഇഷ നിസ്കാരം കഴിഞ്ഞ നാളെ സുബൈൻ്റെ മുമ്പ് എൻ്റെ മയ്യത്ത് പെരീന്ന് ഇറക്കുമെന്ന് വിചാരിക്കുമ്പം ആ ഇഷ വല്ലാത്തൊരു ഇഷയായിരിക്കും. എൻ്റെ അവസാനത്തെ നിസ്കാരങ്ങൾ വിചാരിച്ചിട്ട് നിസ്കരിച്ചു നോക്കി, ആ സുജൂദിന് പൊന്താൻ തോന്നൂല, ആ അത്തയ്യാത്ത് തീരൂല, പ്രാർത്ഥനകൾ അവസാനിക്കൂല. കാരണം ഇനിയൊരു ചാൻസ് ഇല്ല. അങ്ങനെ നിസ്കരിക്കാൻ നബി പറഞ്ഞതാണ്. ഖുശൂ ഉണ്ടാകാനുള്ള മാർഗ്ഗം നബി പറഞ്ഞതാണ്. എന്താണ് സല്ലി സലാത്തി മുഅദ്ദി എന്നാണ്. വിട പറയുന്നവൻ്റെ നമസ്കാരത്തെ പോലെ നിങ്ങൾ നമസ്കരിക്കണം എന്നാണ്. പിന്നെ ചെല്ലുന്നതൊക്കെ ആലോചിക്കുക, ദിക്റുകൾ ആലോചിക്കുക, ഖുർആൻ അർത്ഥറിയണ ആയത്തുകൾ ഓതുക. കുറച്ച് അർത്ഥമൊക്കെ നമ്മൾ പഠിക്കണം, കുറച്ച് ആയത്തൊക്കെ നമ്മൾ വെറും ഒരു കുല്ലല്ലാഹു നിൽക്കരുത്. എത്ര കാലം കുല്ലല്ലാഹു ഓതി? വേറെ ഖുർആനിലെ സൂറത്തില്ലേ സഹാബത്ത് കുല്ലല്ലാഹു ഓതി സ്വർഗത്ത് പോയിട്ടുണ്ട്. അത് അവർക്ക് അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ടാണ്, ആ സൂറത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ്. നമ്മൾ കുല്ലല്ലാഹു ഓതുന്നത് അതിനല്ല, നമ്മൾ ടപ്പെട്ടപ്പെട്ട അടിച്ചു വിടാനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറണമെങ്കിൽ നല്ലൊരു സൂറത്തൊക്കെ പഠിച്ച് അതൊക്കെ ഇടക്ക് നിസ്കാരത്തിൽ ഓതിയിട്ട് നിസ്കാരത്തിൻ്റെ ഒരു വൈബന്നെ മാറ്റണം. നിസ്കാരം വളരെ പതുക്കെ ജെന്റിലായിട്ട് സ്ലോ ആയിട്ട്, അല്ലേ, അതിൻ്റെ ചലനങ്ങളൊക്കെ സ്ലോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോഴി കൊത്തുന്ന പോലെ കൊത്തരുതെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇങ്ങനെ സുജൂദ് അങ്ങനെ ചില ആൾക്കാർ സുജൂദുണ്ട് അങ്ങനെയാണ്. അപ്പോൾ ഒരു തൊമഅനീനത്തോടു കൂടി സമാധാനത്തോടു കൂടി ചെല്ലുന്നതൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മൾ നിസ്കാരിക്കണം. അതേപോലെ നിസ്കാരത്തിന് നമ്മൾ ഡിസ്ട്രാക്ഷൻസ് പരമാവധി കുറക്കണം. സുജൂദുക്ക് നോക്കണം,
അല്ലേ? ഫോൺ ഓഫാക്കിയിടണം. ചില ആൾക്കാരൊക്കെ എന്താ പറയുക, നിസ്കാരത്തിന് വന്നിട്ട് സൊഫിൽ ഇങ്ങനെ ഇരുന്നിട്ട് നാളെ മുന്നത്തെ സൊഫിൽ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കണം. ഈ സത്യത്തിൽ ഈ ബാങ്ക് വിളിക്കുമ്പം തന്നെ നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് പോയിട്ട് അവിടെ ഒളു എടുത്ത് നല്ല ഒളു എടുത്തു, ഒളുവിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലി 2 റക്അത്ത് മുന്നത്തെ സൊഫിൽ വന്നിരുന്ന് നിസ്കരിച്ചിട്ട് നമ്മളവിടെ പ്രാർത്ഥിച്ചോ ഖുർആൻ ഓതി ഇരിക്കുമ്പം അത് വേറൊരു വൈബാണ്. നമ്മൾ നിസ്കാരത്തിലേക്ക് മാനസികമായി പ്രവേശിച്ചു കഴിഞ്ഞു. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഒരാളെന്തരോ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം തുറന്നിട്ട് ഇങ്ങനെ സ്ക്രീനുമ്പോൾ തൊട്ടിളിച്ചാണ്. വെറുതെ ഇങ്ങനെ മനസ്സിലാവില്ല, ഇങ്ങനെ സ്ക്രീനും ഇങ്ങനെ ആക്കുന്നുണ്ട്, തൊടുക തട്ടുക. അപ്പം സംഭവം ഞാൻ എന്തോ വെച്ച് പോകും ലൈക്ക് അടിക്കണ്. ഈ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ തൊട്ടാൽ ലൈക്കാവും. അപ്പോൾ വല്ല ലൈക്ക് അടിക്കുക. അപ്പോൾ എന്താ ചോദിച്ചു പോകുമ്പോൾ പറയാണ്, നമ്മൾ ലൈക്ക് അടിച്ചാലേ നമ്മളിതിന് ലൈക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഇക്കാമത്തൊടുക്ക് മോനാണ് മടക്കി പോക്കറ്റ് കിട്ടണം. അല്ലാഹു അക്ബർ. പിന്നെ എങ്ങനെ നിസ്കാരം ശരി? ഞാൻ പറഞ്ഞു തരോ, നിസ്കാരത്തിലേക്ക് നമ്മൾ അതിൻ്റെ മുമ്പ് തന്നെ വളരെ സ്ലോ ആയിട്ട്, അതിനാണ് ബാങ്ക്. നമ്മൾ എടുക്കുന്ന പണിയൊക്കെ അവസാനിപ്പിക്കാനാണ് ബാങ്ക്. എന്നിട്ട് നമ്മൾ ഒന്നൊക്കെ എടുത്ത് വന്ന് നമ്മൾ അങ്ങ് നിൽക്കുമ്പോൾ അതിന് വേറൊരു വൈബാണ്. അതിന് റബ്ബിൻ്റെ മുമ്പിലാണ് നല്ല വസ്ത്രമൊക്കെ ഇട്ട് നല്ലൊരു വസ്ത്രമൊക്കെ ധരിച്ച് പടച്ചോനെ ഓർത്തുകൊണ്ട് മുമ്പിൽ നിന്ന് ഓരോ അള്ളാഹു അക്ബർ പറയുമ്പോൾ ആ അള്ളാഹു അക്ബർ എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ നിസ്കാരത്തിൽ പിന്നെ എന്താണ് ഹാഷിയങ്ങൾക്കാണ് തെക്കുകൊണ്ട്. ആരാണ് ഹാഷിയങ്ങൾ? വിശുദ്ധ ഖുർആൻ വളരെയൊന്നും നമ്മൾ വിചാരിച്ചാൽ കിട്ടുന്ന സാധനമല്ല. നമ്മൾ നെഞ്ഞത്ത് കൈയിട്ടിയാണ്ട് കുറേ കണ്ണിമ്പി പിടിച്ചാലോ നെഞ്ഞ് കൂട്ടി പിടിച്ച് കൊല്ലിക്ക കൊണ്ടുപോയി വെച്ചാലൊന്നും ഖുശൂ കിട്ടൂല. ചില ആൾക്കാർ വിചാരം ഇവിടെ കണ്ട് പിടിച്ച് അമർത്തി ഒന്ന് കണ്ണ് ചിമ്മിയാൽ ഖുശൂ കിട്ടുന്നതാണ്. അങ്ങനെ ഖുശൂ കിട്ടൂല. ഖുശൂ ആർക്കാണ്? വസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ 45-ാമത്തെ ആയത്താണ്. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്. നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അല്ലാഹുവിനോട് സഹായം തേടണം. വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഖാശിഈങ്ങളല്ലാത്തവർക്ക് അത് വലിയ ഇടങ്ങേറാണെന്നാണ്, വലിയ പ്രയാസമാണെന്നാണ്. അപ്പം ആരാണ് ഖാശിഈങ്ങൾ? ഖാശിഈങ്ങൾക്കാണ് നിസ്കാരം വൈബായി മാറുക. അത് ആരാണെന്ന് പറയാണ്, അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വ അന്നഹും ഇലൈഹി റാജിഊൻ. നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടും, ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണ് എന്ന് വിചാരിക്കുന്നവരാണ് ഖാശിഈങ്ങൾ. നാളെ പടച്ചോൻ്റെ മുമ്പിലേക്ക് മടക്കപ്പെടും. മടക്കിയിട്ട് ആദ്യം ചോദ്യം ചെയ്യപ്പെടുക നിസ്കാരത്തെക്കുറിച്ചാണ്. നാളെ പരലോകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നിസ്കാരത്തെ പറ്റിയാണ്. ആ ബോധമുള്ളവനാണ്. അള്ളാഹുവിലേക്ക് മടക്കപ്പെടേണ്ടവരാണ് നമ്മൾ. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മളെന്താ ചെയ്യുക? ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കറണ്ട് പോയാൽ നമ്മൾ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലും. അപ്പോൾ സിസ്റ്റർ ചോദിക്കണം, ഇവിടെ ആരാ മരിച്ചതെന്ന്? പേഷ്യൻ്റ് മരിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പം മരിച്ചുമ്പോൾ ചെല്ലണതല്ല, ഒരു പ്രയാസം ഉണ്ടാകുമ്പം, ഒരു മുസീബത്ത് ഒരു വിശ്വാസിയെ ബാധിച്ചാൽ ഏറ്റവും വലിയ മുസീബത്ത് എന്താ? മരിച്ചു പോലാണ്. അതിന് നമ്മൾ തയ്യാറാണെന്ന്. കാരണം എന്താണ്? നമ്മൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടേണ്ടവരാണെന്നുള്ള ബോധമുണ്ട്. അത് പ്രഖ്യാപിക്കാണ് അല്ലേ? അത് യാഥാർത്ഥ്യവൽക്ക. അതാണ് സഹാബത്തിന്റെ പവർ അല്ലേ? സഹാബത്തിന് അങ്ങനെ മാറാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ്? സഹാബത്തിന് സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് നരകം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അവർ പരലോകത്ത് വബിൽ ആഖിറതിഹും യൂഖിനൂൻ. അവർ പരലോകത്ത് ദൃഢമായി വിശ്വസിച്ചു അല്ലേ? ഈ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ വണ്ടി തിരിച്ചിട്ടിക്കണ്, വേടുത്ത് പോകാം, വേടുത്ത് മിന്നാൻ വേണ്ടിയിട്ട് വണ്ടി ആളില്ലാത്ത സ്ഥലത്ത് തിരിച്ചിട്ടവരുണ്ട് ഇവിടെ. കാരണം കൃത്യമായ പ്ലാൻ ഉണ്ട്. പരിപാടി കഴിഞ്ഞാൽ വേണ്ട ഇറങ്ങിക്കൊണ്ടിന്ന് ചിലപ്പോൾ ഭർത്താവ് മെസ്സേജ് കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ എന്തിനാ? അത്രയും പ്ലാൻ ഉണ്ട്. ഈ പരിപാടി ഇവിടുന്ന് കഴിഞ്ഞാൽ പോകണം. ഭക്ഷണം ഉണ്ടാക്കിയവരുണ്ടാവും, ചപ്പാത്തി ഉണ്ടാക്കി വെച്ചവരുണ്ടാവും, ചോറ് ചൂടാക്കാനുള്ളവരുണ്ടാവും അല്ലേ, ചെന്നിട്ട് ഓട്സ് ഉണ്ടാക്കാനുള്ളവരുണ്ടാവും. ഇതൊക്കെ കൃത്യമായ പ്ലാൻ ഉണ്ട്. അതിനേക്കാൾ പോസിറ്റീവായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്ത്? മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളത്. അതിന് നമ്മൾ തയ്യാറെടുത്തണോ? അത് യാഥാർത്ഥ്യവൽക്കരിക്കാനുള്ളൊരു ബോധം നമുക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ ഇത് നഷ്ടാവില്ല. അങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അതാണ് വിശ്വാസം. വബില്ലാഹിറതിഹും യൂഖിനൂൻ. ആ റിസാലത്തും തൗഹീദും റിസാലത്തും നേരത്തെ പ്രാസിൽ വളരെ വ്യക്തമായിട്ട് തൗഹീദും ശിർക്കൊക്കെ പറഞ്ഞതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കില്ല. അതുകൊണ്ട് ഖുശൂഓടുകൂടി സ്വർഗത്തിന് വേണ്ടി സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാകണം. നമ്മളെ കൾച്ചർ ഇതാണ്. നമ്മൾ വീട്ടിൽ ഒരാളെ കുറ്റം പറയാം, അതൊന്നും നമ്മളെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ഏഷണി, പരദൂഷണം. എന്താ പരദൂഷണം എന്ന് പറഞ്ഞാൽ? പരദൂഷണം തന്നെ ഉള്ളത് പറയലാണ്. അയൽവാസിയുടെ കുറ്റം കുറവും പറയാം അല്ലേ? സ്കൂളിലെ കുട്ടീൻ്റെ കുറ്റം കുറവും പറയാം. കുട്ടീനോട് പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങനത്തെ കാര്യം കുട്ടി വരാൻ പറയുമ്പം ഉപദേശിക്കണം, മോളെ അത് പരദൂഷണമാണ്, അത് പറയാൻ പാടില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു കൾച്ചർ ചെറുപ്പത്തിലെ നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കണം. അവിടെ പരദൂഷണം പറയരുത്, ഏഷണി പറയരുത്, അങ്ങനത്തെ കാര്യങ്ങൾ സഹോദരങ്ങളെ. അതേപോലെ തന്നെ നെഗറ്റീവായ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് തടയിടണം.
പോസിറ്റീവായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, നാളെ സ്വർഗത്ത് പ്രവേശിക്കാൻ നിസ്കാരത്തിൻ്റെ കാര്യം, നോമ്പിൻ്റെ കാര്യം, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും എന്താണ് തൃപ്തി കിട്ടുന്ന കാര്യങ്ങൾ, അതിലാണ് മത്സരിക്കേണ്ടത്. അതിനൊരു പോസിറ്റീവായി വൈബായിട്ട് കാണാനും പറയാനും പിന്നെ അത് പ്രചരിപ്പിക്കാനും അതിൻ്റെ ഒരാളായിട്ട് അല്ലേ, നമ്മൾ പരലോകത്തിൻ്റെ ഒരാളായിട്ട് അങ്ങനെ ആയി മാറാൻ, അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ദീനിൻ്റെ ഒരു ഫ്രീക്വൻസിയിൽ നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങൾ അവസാനിപ്പിക്കണം. നാളെ പരലോകത്ത് നമ്മളെ മക്കളും നമ്മളെ കുടുംബമൊക്കെ വിചാരണക്ക് ഹാജരാകണ സന്ദർഭത്തിൽ ആരെ രക്ഷപ്പെടുള്ളൂ? നിങ്ങൾ കൽബുൻ സലീമുമായിട്ട് നാളെ പരലോകത്ത് എത്തിയവർ മാത്രമേ രക്ഷപ്പെടുള്ളൂ. ആ കൽബുൻ സലീം എന്താണ്? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്, എന്താണ് കൽബുൻ സലീം എന്ന്? അതാണ് ഒരു ഹൃദയം, ആ ഹൃദയം ശുബ്ഹാത്തിൽ നിന്നും ശഹവാത്തിൽ നിന്നും രക്ഷപ്പെട്ടാൽ, അതാണെന്ത്? ശഹവാത്തിൽ നിന്നും ശുബ്ഹാത്തിൽ നിന്നും രക്ഷപ്പെട്ട ഹൃദയമാണ് കൽബുൻ സലീം. അത് നമ്മളെ മക്കൾക്കും കുടുംബത്തിനും എന്താണ് ഭാര്യമാർക്കും ഉണ്ടാക്കി കൊടുക്കാനാണ് നമ്മുടെ ജീവിതത്തിൽ ശ്രമിക്കേണ്ടത്. ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ട ഹൃദയം അല്ലേ, ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ. ശിർക്ക് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ മക്കളെ പഠിപ്പിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനോട് നിരന്തരമായ പോരാട്ടം അല്ലേ. ബിദ്അത്ത്, അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്യാത്ത ഒരു കാര്യം, അള്ളാഹുവിൻ്റെ സഹാബത്ത് മനസ്സിലാക്കാത്ത ഒരു കാര്യം, അത് ദീനല്ല. മാ അന അലൈഹി വ അസ്ഹാബിഹിൽ യൗം, ഞാനും എൻ്റെ സഹാബത്തും ഇന്നേതൊരു മാർഗത്തിലാണോ അതാണ് ദീന്. പ്രവാചകന്റെ ജന്മദിനം അത് ഒരു സഹാബിയും ആഘോഷിക്കാത്ത കാര്യമാണ്. ഒരു സഹാബിയും അള്ളാഹുവിൻ്റെ റസൂലിനെ ജീവന് തുല്യം സ്നേഹിച്ച ഒരു സഹാബി പോലും റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു സ്വലാത്ത് പോലും ചൊല്ലിയിട്ടില്ല, ഒരു കാരക്ക പോലും അധികം കൊടുത്തിട്ടില്ല. അവര് കാണിക്കാത്ത നബിദിനം, അവരാഘോഷിക്കാത്ത ഒരു നബിദിനം എങ്ങനെ ഒരു വിശ്വാസി ആഘോഷിക്കും? മാ അന അലൈഹി വ അസ്ഹാബിഹിൽ യൗം, അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. ഇത് സമാവിയാണ്, ഇത് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല. ആകാശ ലോകത്ത് നിന്ന് അള്ളാഹു ഖുർആനായി സഹീഹായ ഹദീസായിട്ട് അള്ളാഹു എന്തൊക്കെ ഇറക്കിയിട്ടുണ്ടോ അതാണ് വഹി, അതനുസരിച്ചാണ് ജീവിക്കേണ്ടത്. അതല്ലാത്തതൊന്നും ദീനല്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് എന്തുണ്ട്? നമുക്ക് അതിനാണ് ഈ സംഘടന. ഇവിടെ എന്തിനാ വിശുദ്ധം ചോദിക്കും ആൾക്കാർ? എന്താ നിങ്ങളൊരു സംഘടന? സഹോദരങ്ങൾ, ഇതൊരു കൂട്ടായ്മയാണ്. ഇത് മാത്രമേ സ്വർഗത്ത് പോകുള്ളൂ എന്ന് നമ്മൾ ആരും പറയില്ല. എന്താണ്? അതാണ് അൽ ജമാ എന്ന് പറഞ്ഞാൽ. അൽ ജമാഅത്ത്, അവരാണ് സ്വർഗത്ത് പോവുക. അതിന് ഉള്ളൊരു സൗകര്യമാണിത്. നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും ഖുർആന്റെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഓതിക്കൊടുത്തപ്പോൾ അതവർ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കാൻ അല്ലേ, അതവർ പ്രയോഗവൽക്കരിച്ച പോലെ ഈ സമൂഹത്തിൽ ഇന്ന് ഈ ഒരു മോഡേൺ ഏജിൽ അത് എങ്ങനെ പ്രയോഗവൽക്കരിക്കാം, അത് പ്രയോഗവൽക്കരിക്കുമുണ്ടാവുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പരസ്പരം ഷെയർ ചെയ്ത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു കൂട്ടായ്മയാണിത്. അല്ലാതെ ഇത് മാത്രം സ്വർഗത്ത് പോകുന്നു, ഇത് നിങ്ങൾ ചേരണമെന്നൊന്നും ഇവിടെ ആർക്കും അതല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാന്റെ ദീനാണ്, ഇത് ഹക്കാണ്, ഇത് പറയാന്നുള്ളതാണ്, ഇത് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഖുർആൻ പഠിക്കാനും ഈ ഖുർആനും ഹദീസുമാകുന്ന അള്ളാഹുവിൻ്റെ പ്രകാശം, അള്ളാഹുവിൻ്റെ വഹി, അത് പഠിക്കുക, അത് പ്രയോഗവൽക്കരിക്കുക, അത് ഷെയർ ചെയ്യുക. അത് എന്ത് ചെയ്യുക? അത് ഷെയർ ചെയ്യുമ്പോഴും അത് ദഅവത്ത് ചെയ്യുമ്പോഴും അതനുസരിച്ച് ജീവിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ക്ഷമിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയായി മുന്നോട്ട് പോവുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. توفنا مسلمين وألحقنا بالصالحين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مسرف القلوب سرف قلوبنا على طاعتك. آمين 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 برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.